പരിശുദ്ധ സഭയുടെ ഏറ്റവും പ്രധാനമായ ഈ തീർത്ഥാടന കേന്ദ്രത്തിൽ പരിശുദ്ധ പരിമല തിരുമേനിയുടെ കബറങ്കൽ പ്രാർത്ഥിക്കുവാനും 4 തുള്ളി കണ്ണീർ വീഴ്ത്തി ദൈവാനുഗ്രഹം പ്രാപിക്കുവാനും കടന്നു വരുമ്പോൾ അതിലേക്ക് നമ്മളെ നയിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ ഉത്തരം വിശ്വാസം എന്നുള്ളത് തന്നെയാണ്. വിശ്വാസമില്ലാത്തവൻ ഈ കബറങ്കിലേക്ക് വരാറില്ല. വിശ്വാസത്തിൻ്റെ വിലയും നിലയും എത്രമാത്രമുണ്ട് എന്ന് ഇന്നത്തെ കാലഘട്ടത്തിലെ ജീവിതവും ചര്യകളുമൊക്കെ കാണുമ്പോൾ നമുക്ക് സംശയം തോന്നുന്നുമുണ്ട്. എന്നാൽ ശരീരത്തിലിരിക്കുന്ന ഒരു മനുഷ്യന് ജീവനെ നിലനിർത്തുവാൻ ശ്വാസം എത്ര ആവശ്യമാണോ അത്ര തന്നെ പ്രാധാന്യമാണ് ഒരു വിശ്വാസിക്ക് നിർമ്മലമായ ആത്മീയ ജീവിതം നയിക്കുവാൻ വിശ്വാസവും. അതുകൊണ്ടാണ് വിശ്വാസത്തിന് പിതാക്കന്മാർ വിശേഷമായ ശ്വാസം എന്ന ഒരർത്ഥം കൊടുക്കുന്നത്. ശരീരത്തിൻ്റെ ജീവനെ നിലനിർത്തുവാൻ ശ്വാസത്തിന് എത്രമാത്രം സ്ഥാനമുണ്ടോ അത്രയും സ്ഥാനം ആത്മാവിൻ്റെ ജീവനെ നിലനിർത്തുവാൻ വിശ്വാസിയുടെ ജീവിതത്തിൽ വിശ്വാസത്തിനും സ്ഥാനമുണ്ട്. വിശ്വാസത്തിൻ്റെ ഒരു പ്രതിഫലനമാണ് നമ്മുടെ ഭക്തി. വിശ്വാസമില്ലാത്തവനിൽ ഭക്തി ഉണ്ടാകില്ല. അപ്പോൾ വിശ്വാസം സത്യവിശ്വാസമാണെങ്കിൽ മാത്രമേ നമ്മുടെ ഭക്തി നിർമ്മല ഭക്തി ആകത്തുള്ളൂ. വിശ്വാസത്തിൽ വെള്ളം ചേർന്നാൽ അഥവാ വിഭ്രാന്തി ഉണ്ടായാൽ ഭക്തിയിലും കപടഭക്തി കൂടി വരും. അതുകൊണ്ടാണ് ഞാൻ പ്രാർത്ഥനയിൽ ഒരു വാക്ക് ഓർപ്പിച്ചത്, അന്ധവിശ്വാസം കൊണ്ടും അല്പവിശ്വാസം കൊണ്ടും ദൈവജനം നാനാവിധമായി പോകുന്നത് കണ്ടപ്പോഴാണ് പുത്രൻ തമ്പുരാൻ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത്. അവരിലും വിശ്വാസം ഇല്ലാഞ്ഞിട്ടല്ല, പക്ഷെ വിശ്വാസത്തിന് ചില വ്യതിചലനങ്ങൾ സംഭവിക്കുന്നു. നമ്മുടെ കൂട്ടത്തിലൊക്കെ ഇന്നും അതും അർത്ഥവത്തായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അന്ധവിശ്വാസികളുമുണ്ട്, അല്പവിശ്വാസികളുമുണ്ട്. പക്ഷെ ഇത് രണ്ടും അപകടത്തിലേക്ക് നമ്മെ നയിക്കുന്നുമുണ്ട്. അതുകൊണ്ട് നമ്മുടെ ആധ്യാത്മിക ജീവിതം അത് ജീവനുള്ളതും അത് അതിൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്തുവാൻ നമ്മെ നയിക്കുന്നതുമായി തീരണമെങ്കിൽ വിശ്വാസത്തിൽ നമുക്ക് വ്യക്തമായ അറിവും പരിജ്ഞാനവും കാഴ്ചപ്പാടും ഒക്കെ വേണം. അതുണ്ടെങ്കിൽ മാത്രമേ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യേണ്ടതുപോലെ ചെയ്യുവാനും ചെയ്യേണ്ടതുപോലെ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് അതിൽ നിന്ന് കിട്ടുന്ന പ്രതിഫലം പൂർണ്ണമായി അനുഭവിപ്പാനും നമുക്ക് സാധിക്കത്തുള്ളൂ. ഒരു കർഷകന് തൻ്റെ കൃഷി ഭംഗിയായിട്ട് ചെയ്യണമെങ്കിൽ ചെയ്യുന്ന കൃഷിയെക്കുറിച്ച് വ്യക്തമായ അറിവുണ്ടാകണം. ഒരു വിദ്യാർത്ഥിക്ക് എഞ്ചിനീയറിങ്ങിനോ ഡോക്ടറേറ്റിനോ നേഴ്സിങ്ങിനോ ശാസ്ത്ര സാങ്കേതിക വിദ്യകളെക്കുറിച്ചോ ഒക്കെ പഠിക്കണമെങ്കിൽ പഠിക്കുന്ന വിഷയത്തെക്കുറിച്ച് വ്യക്തമായ അറിവുണ്ടാകണം. അതേപോലെ തന്നെ ഒരു ആത്മീയ വ്യക്തിക്ക് തൻ്റെ ആത്മീയ വളർച്ചയ്ക്ക് വേണ്ടി ആത്മീയ ജീവിതം കെട്ടിപ്പടുക്കുവാൻ വേണ്ടി തൻ്റെ വിശ്വാസത്തെക്കുറിച്ച് വ്യക്തമായ അറിവും കാഴ്ചപ്പാടും ഉണ്ടെങ്കിൽ മാത്രമേ അത് അന്ധവിശ്വാസമാകാതെയും അല്പവിശ്വാസമാകാതെയും സത്യവിശ്വാസത്തിൽ കാത്തു സൂക്ഷിക്കാൻ സാധിക്കത്തുള്ളൂ. പരിശുദ്ധ സഭയുടെ ഈ വിശ്വാസ പഠന ക്ലാസ്സിൽ ഇന്ന് അല്പസമയം ചിന്തിക്കുവാൻ ഞാൻ തിരഞ്ഞെടുത്ത വിഷയം കൂദാശകളിൽ ഒന്നായ വിശുദ്ധ കുംഭസാരം എന്നുള്ളതിനെ കുറിച്ചാണ്. വന്യ റമ്പാച്ചൻ ക്ലാസ് എടുക്കുന്ന കാര്യം എന്നോട് പറഞ്ഞപ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ തോന്നിയത് ഈ വിഷയത്തെക്കുറിച്ച് ക്ലാസ് എടുക്കുന്നതിനെ കുറിച്ചാണ്. കാരണം പാശ്ചാത്യ ഭക്ഷണക്രമവും വസ്ത്രധാരണവും അതുപോലെ തന്നെ ആരാധനയും ആചാരാനുഷ്ഠാനങ്ങളും വിശ്വാസവും ഒക്കെ കടന്നു വന്നപ്പോൾ നമ്മളിൽ ഏറ്റവും കൂടുതൽ നഷ്ടപ്പെട്ട
ഒരു കൂദാശ ഏതാണെന്ന് ചോദിച്ചാൽ ഇന്ന് കുമ്പസാരം എന്ന് പറയേണ്ടിയിരിക്കുന്നു. ആഘോഷമായും ആർഭാടമായും ഒക്കെ ആത്മീയതയെ കൊണ്ട് നടക്കുന്ന പാശ്ചാത്യവൽക്കരണം, അതിലൂടെയൊക്കെ കയറി ഇറങ്ങി നമ്മുടെ കുറച്ച് പേരൊക്കെ നമ്മുടെ നാട്ടിലും വന്ന് അവിടുന്ന് വന്ന പലരും കുറച്ചൊക്കെ നമ്മുടെ നാട്ടിൽ വാരി വിതറി തരികയും ചെയ്തപ്പോൾ നമുക്കും ഇന്ന് ആധ്യാത്മികത ആർഭാടമായും ആഘോഷമായും ഒക്കെ മാറിയപ്പോൾ അതിൽ നഷ്ടപ്പെട്ടു പോയത് നമ്മുടെ പിതാക്കന്മാർ 2000 വർഷങ്ങളുടെ പഴക്കത്തിൽ കാത്തു സൂക്ഷിച്ച ഏറ്റവും നിർമ്മലമായ കൗദാശിക അനുഷ്ഠാനങ്ങളാണ്. ആ കൗദാശിക അനുഷ്ഠാനങ്ങളിൽ ഏറ്റവും നിർമ്മലമായ ഒരു കൂദാശയാണ് വിശുദ്ധ കുമ്പസാരം. കാരണം എല്ലാ കൂദാശകളുടെയും കൂദാശകളെ പൂർത്തീകരിക്കുന്ന കൂദാശ ഏതാണെന്ന് ചോദിച്ചാൽ നമ്മൾ എന്താ ഉത്തരം പറയുന്നത്? കുർബാനയാ. കൂദാശകളുടെ കൂദാശയെന്നും എല്ലാ കൂദാശകളെയും പൂർത്തീകരിക്കുന്ന കൂദാശയാണ് കുർബാന. എന്നാൽ എല്ലാ കൂദാശകളിലേക്കും നമ്മെ ഒരുക്കുന്ന കൂദാശ ഏതാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം കുമ്പസാരമാണ്. എല്ലാ കൂദാശകളിലേക്കും നമ്മെ ഒരുക്കുന്നത് കുമ്പസാരം എന്ന കൂദാശയിലൂടെയാണ്. കുമ്പസാരം എന്ന കൂദാശയില്ലാതെ ഏതെങ്കിലും ഒരു കൂദാശ നടക്കുന്നുണ്ടോ? മാമോദീസ നടത്തിയാൽ കൈക്കുഞ്ഞായതുകൊണ്ട് കൊച്ചിൻ്റെ അപ്പനും അമ്മയും തലത്തുടന്നയാളും കുമ്പസാരിച്ച് കുർബാന അനുഭവിച്ച് ഒരുങ്ങിയിട്ട് വേണം കൂദാശയിലേക്ക് വരുവാൻ. വിവാഹത്തിനാണെങ്കിലോ മണവാളനും മണവാട്ടിയും കുമ്പസാരിച്ച് കുർബാന അനുഭവിക്കുമ്പോഴാണ് പെൺകുഞ്ഞിന് ദേശകുറി കൊടുത്തയക്കുന്നതും ആൺകുഞ്ഞിനെ വിവാഹത്തിനായിട്ട് വിളിച്ചു നിർത്തുന്നതും. പട്ടത്വമാണെങ്കിലോ പട്ടമേൽക്കാനുള്ള വ്യക്തി സത്യകുമ്പസാരം നടത്തി ഒരുക്കത്തോടു കൂടിയാണ് പട്ടത്വം എന്ന കൂദാശ സ്വീകരിക്കുവാൻ നിൽക്കുന്നത്, ഏത് പട്ടത്വമാണെങ്കിലും. അങ്ങനെ തൈലാഭിഷേകമാണെങ്കിലോ തൈലാഭിഷേകത്തിൻ്റെ ആദ്യത്തെ ഭാഗം ബോധത്തോടും ജ്ഞാനത്തോടും കൂടി തൈലാഭിഷേക ശുശ്രൂഷ നടത്തുമ്പോൾ ആദ്യത്തെ ഭാഗം കഴിഞ്ഞാൽ രണ്ടാമത്തെ ഭാഗത്തിന് മുമ്പ് ആ വ്യക്തിയെ പുരോഹിതൻ അവിടെ നിർത്തി കുമ്പസാരിപ്പിക്കുകയാണ്. കുമ്പസാരിപ്പിച്ചതിന് ശേഷം അതിനുള്ള ബോധവും ജ്ഞാനവും ഇല്ലാത്ത അവസ്ഥയിലെത്തിയിട്ടുണ്ടെങ്കിലാണ് പാപമോചന പ്രാർത്ഥന തലയിൽ വെച്ച് നൽകിയിട്ടാണ് തൈലാഭിഷേകത്തിൻ്റെ കർമ്മം ആരംഭിക്കുന്നത്. അങ്ങനെ ചിന്തിച്ചാൽ ഈ 7 കൂദാശകളെ എടുത്തു നോക്കിയാലും ഏത് കൂദാശയും സ്വീകരിക്കുവാൻ നമ്മെ ഒരുക്കുന്ന കൂദാശയാണ് കുമ്പസാരം. അപ്പോൾ കുമ്പസാരം എന്ന കൂദാശയുടെ പ്രസക്തി എത്ര വലുതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇന്ന് കുർബാന സ്വീകരിക്കുവാൻ ഹൂസോയോ നമുക്കൊരു വഴിയായിട്ട് ഷോർട്ട് കട്ടായിട്ട് നമ്മൾ എടുത്തു. അപ്പോൾ കുമ്പസാരം അവിടെ മാറ്റപ്പെട്ടു. അതുപോലെ തന്നെ മാമോദീസായിക്കൊക്കെ പലപ്പോഴും ഓടി വന്ന് നടത്തുന്ന ഒരു ചടങ്ങ് പോലെ ഒരു ഫ്ലൈറ്റിന് ഇറങ്ങി രാവിലെ വന്ന് നടത്തി അടുത്ത ഫ്ലൈറ്റിന് പോകുന്ന സ്ഥിതിയിലേക്കൊക്കെ ജീവിതക്രമം മാറിയപ്പോൾ പലപ്പോഴും ഈ കുമ്പസാരം എന്ന കൂദാശയിലൂടെ ഒരുക്കപ്പെടുന്ന ഒരു കാര്യങ്ങൾ പലതിനെയും ബാധിച്ചിട്ടുണ്ട്. വിവാഹത്തിനാണെങ്കിൽ പോലും അങ്ങനെ പല കാര്യങ്ങളിലും ഇതിൻ്റെ മൂല്യം, ആ മൂല്യത്തിൽ കുറവ് പറ്റുമ്പോൾ വരുന്ന കുഴപ്പം, പ്രിപ്പറേഷൻ എന്നുള്ളത്, ഒരുക്കം എന്നുള്ളത് എത്ര ശക്തമായിട്ട് കാര്യമായിട്ട് നമ്മൾ ഒരുങ്ങിയിട്ടുണ്ടോ അതിനനുസരിച്ചാണ് അതിനനുസരിച്ചുള്ള പ്രതിഫലം ആ കർമ്മത്തിൽ നിന്ന് കിട്ടുന്നത്. പരീക്ഷയ്ക്ക് നല്ലപോലെ പ്രിപ്പയർ ചെയ്ത കുഞ്ഞിന് ഭംഗിയായി രസമായി പരീക്ഷ എഴുതാൻ സാധിക്കും. പ്രിപ്പറേഷൻ നല്ലതല്ലെങ്കിൽ റിസൾട്ടും മോശമായിരിക്കും. അത് ഏത് കാര്യത്തിലും. സ്പോർട്സ് താരമാണെങ്കിൽ നാളുകളോളമുള്ള പരിശീലനമുണ്ട്. എല്ലാവരും കിടന്നുറങ്ങുന്ന സമയത്ത് വെളുപ്പാങ്കാലത്തൊക്കെ അവർ കിടന്ന് അയ്യം വിളിച്ച് ഓടുക. അങ്ങനെ മാസങ്ങളും വർഷങ്ങളും ഓടിക്കഴിയുമ്പോഴാണ് ഒരു ഏഷ്യാഡിലോ അതുപോലെ തന്നെ ഒരു ഒളിമ്പിക്സിലോ ഒക്കെ ഒരു വെങ്കല മെഡൽ കിട്ടിയാൽ മതി. പക്ഷേ ആ മെഡലിൻ്റെ വില എന്ന് പറയുന്നത് പ്രിപ്പറേഷൻ തന്നെയാണ്. അപ്പോൾ ഏത് കൂദാശ സ്വീകരിച്ചാലും നമുക്കതിൻ്റെ പ്രതിഫലം വേണ്ട വിധത്തിൽ അനുഭവിക്കാൻ കഴിയുന്നില്ല എങ്കിൽ അത് കൂദാശയുടെ കുറവ് കൊണ്ടല്ല,
മറിച്ച് കൂദാശ സ്വീകരിക്കുന്ന വ്യക്തികൾ അതിനു വേണ്ടി നടത്തുന്ന ഒരുക്കത്തിൻ്റെ കുറവാണ്. ഫോർ എക്സാമ്പിളാണ് ഞാൻ പറഞ്ഞത്, ഭംഗിയായി പഠിച്ച് പ്രിപ്പയർ ചെയ്തൊരു കുഞ്ഞ് പരീക്ഷ എഴുതാൻ പോയാൽ അവൻ്റെ റിസൾട്ട് മസ്റ്റ് അവന് കിട്ടിയിരിക്കും. നല്ലതുപോലെ പരിശീലിച്ചിട്ട് സ്പോർട്സിന് ഓടാൻ പോയാൽ ആ വ്യക്തിക്ക് കിട്ടിയിരിക്കും. അപ്പോൾ പ്രിപ്പറേഷൻ കുറയുമ്പോൾ, കുംഭസാരം എന്ന കൂദാശയുടെ പ്രസക്തി കുറയുമ്പോൾ നഷ്ടം നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന മറ്റ് അനേക ആത്മീയ ശുശ്രൂഷകളുടെയും കിട്ടേണ്ട അനുഗ്രഹം കിട്ടേണ്ട അളവിൽ നമുക്ക് കിട്ടാതെ പോകുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് പരമല കബറിലേക്കൊക്കെ തീർത്ഥാടനം വരുമ്പോഴും പ്രാർത്ഥിക്കാൻ വരുമ്പോഴുമൊക്കെ നമുക്കറിയാം, നമ്മുടെ പൈതൃകമായ പിതാക്കന്മാരൊക്കെ 3 ദിവസവും 7 ദിവസവും ഒക്കെ നോമ്പെടുത്ത് പ്രാർത്ഥിച്ചിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. എന്തുകൊണ്ടാണ്? അത്രയും ഒരു 3-4 ദിവസം മുമ്പ് നോമ്പെടുക്കാൻ തുടങ്ങുമ്പോഴാണ് ആ നോമ്പിൻ്റെ ചിന്തയിൽ ആ ഒരുക്കമാണ് ഇവിടെ വന്നിരിക്കുമ്പോൾ നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്ന അനുഗ്രഹത്തിൻ്റെ അളവിലുള്ള വർധനവ് നമ്മുടെ ഒരുക്കമാണ്. അതുകൊണ്ട് എൻ്റെ ആമുഖ വാക്ക് ഞാൻ അങ്ങ് അവസാനിപ്പിക്കുകയാണ്. എത്രമാത്രം നമ്മൾ ഒരുങ്ങുന്നുവോ ആ ഒരുക്കമാണ് അനുഗ്രഹം കിട്ടാനുള്ള വഴി എന്ന് മാത്രം ഓർത്തിരിക്കുക. അതിന് നമ്മെ ഒരുക്കുന്ന ആ പ്രിപ്പറേഷന് പറയുന്ന, ഒരുക്ക ശുശ്രൂഷയ്ക്ക് പറയുന്ന പേരാണ് കുംഭസാരം. അങ്ങനെ കാണുമ്പോഴാണ് കുംഭസാരത്തിൻ്റെ മൂല്യം തിരിച്ചറിയാനും അതൊരു കൂദാശ എന്ന നിലയിൽ നമുക്ക് അനുഭവിക്കാനും സാധിക്കുന്നത്. കുംഭസാരത്തെക്കുറിച്ച്, കൂദാശയെക്കുറിച്ച് പറയും, അത് ആവർത്തിക്കപ്പെടുന്ന കൂദാശയ അല്ലേ? പട്ടത്വം പോലെയോ വിവാഹം പോലെയോ അല്ലെങ്കിൽ മറ്റ് കൂദാശകൾ ചിലതുപോലെ ഒരിക്കൽ മാത്രം നടത്തുന്ന മാമോദീസ പോലെയുള്ള കൂദാശയല്ല. കുംഭസാരം ആവർത്തിക്കപ്പെടുന്ന കൂദാശയാണ്. അത് സമയബന്ധിതമായി നടത്തുന്ന കൂദാശയല്ല. അതിൻ്റെ സമയം ആരാ നിശ്ചയിക്കുന്നത്? അനുഭവിക്കുന്ന വ്യക്തിയാണ്. ഞാൻ പാപിയാണെന്ന് എനിക്ക് ബോധ്യം വന്നാൽ കുംഭസാരിച്ചിരിക്കണം. സഭയുടെ കാനോൻ അനുസരിച്ച് പറയും, സത്യകുംഭസാരം നടത്തി കുർബാന അനുഭവിക്കുന്ന ഒരു വ്യക്തി അടുത്ത 40 ദിവസം, അതാണ് ഒരു സമയം പറയുന്നത്. അതിന് പറയുന്ന മറ്റൊരു ദൃഷ്ടാന്തം, ഒരു മനുഷ്യൻ കഴിക്കുന്ന ആഹാരത്തിൻ്റെ ബലവും അവൻ കുടിക്കുന്ന വെള്ളത്തിൻ്റെ ബലവും കൊണ്ട് ഒരു മനുഷ്യന് ശരീരപ്രകാരം 40 ദിവസം ഓടാം. അതുകൊണ്ടാണല്ലോ ഏലിയാവിൻ്റെ ഒക്കെ ജീവിതത്തിൽ നമ്മൾ കാണുന്നുണ്ടല്ലേ, ഹോറേബ് പർവ്വതം വരെ 40 ദിവസം. അപ്പോൾ ആ ശരീരത്തിന് കിട്ടുന്ന ആഹാരത്തിൻ്റെ ബലം കൊണ്ട് ശരീരത്തിൻ്റെ ജീവൻ നിർത്തി 40 ദിവസം ഓടാൻ ബലം കിട്ടുന്നത് പോലെ നമ്മൾ അനുഭവിക്കുന്ന കുർബാനയുടെ, കുംഭസാരത്തിൻ്റെ ഒക്കെ കൗദാശിക സംസർഗത്തിൻ്റെ ബലം കൊണ്ട് 40 ദിവസം വരെ പരിശുദ്ധ ദിദീമോസ് വല്യബാവ തിരുമേനി തൻ്റെ ജീവിതത്തിൽ ഏറ്റവും അച്ചടക്കമായും അന്വർത്ഥമായും ഇത് പാലിക്കുമായിരുന്നു എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ കൂടെ ജീവിച്ച ഒരു പുരോഹിതനായതുകൊണ്ട് എനിക്ക് മനസ്സിലാക്കാം. അദ്ദേഹം മലബാറിലാണെങ്കിൽ അവിടെ ഞങ്ങളുടെ മരമനയുടെ മാനേജർ വന്യ പൗലോസ് റമ്പാച്ചൻ്റെ അടുക്കലും, പത്തനാപുരത്താണെങ്കിൽ അവിടെയുള്ള ഒരു റമ്പാച്ചൻ്റെ അടുക്കലും സ്ഥിരം ഒരു കുംഭസാര പിതാവിനെ മുൻനിർത്തിയാണ് അദ്ദേഹം കുംഭസാരിക്കുന്നത്. ആ മലബാറിലാണെങ്കിലും തെക്കൻ നാട്ടിൽ പത്തനാപുരത്ത് വന്നാലും ഒരു 2 കുംഭസാര പിതാക്കന്മാർ 2 ഭാഗത്തുണ്ട്. അവരുടെ അടുക്കൽ ഈ പറയുന്ന സമയം കണക്കാക്കി അദ്ദേഹം കുംഭസാരിക്കുമായിരുന്നു. പഠിപ്പിക്കുക മാത്രമല്ല, ജീവിതത്തിൽ അനുവർത്തിക്കുകയും ചെയ്യുമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പാശ്ചാത്യവൽക്കരിക്കപ്പെട്ട ജീവിതക്രമവും വിശ്വാസ ശൈലിയും നമ്മളിൽ നഷ്ടപ്പെടുത്തിയ ഏറ്റവും അമൂല്യമായ വിശ്വാസ അനുഭവം കുംഭസാരത്തിൻ്റെ അനുഭവമാണ്. അത് തിരിച്ചറിയുവാൻ ഈ കുംഭസാരം, ഈ ക്ലാസ് നമുക്ക് ഉപയുക്തമാകണം. പലപ്പോഴും ഇന്ന് കുംഭസാരത്തിന് പകരമായിട്ട് പലരും കൗൺസിലിങ്ങിനെ കുറിച്ച് പറയാറുണ്ട്. കൗൺസിലിങ്ങും കുംഭസാരവും ഈക്വൽ അല്ല. കാരണം കൗൺസിലിംഗ് എന്ന് പറയുന്നത് ഒരു ചികിത്സാ രീതിയാണ്. അത് ചികിത്സാ രീതി എന്ന് പറയുവാൻ കാരണം മനസ്സിൻ്റെ ഭാരം ഇറക്കി വയ്ക്കുവാനുള്ള ഒരു ചികിത്സാ രീതിയാണ്. പാപഭാരം ഇറക്കി വയ്ക്കുവാൻ കഴിയും കൗൺസിലിങ്ങിലൂടെ. പക്ഷേ പാപമോചനം നേടാൻ പറ്റുമോ? പാപമോചനം നേടുന്നത് കുംഭസാരം എന്ന കൂദാശയിലൂടെയാണ്.
കൗൺസിലിംഗ് പാപം ഇറക്കി വെക്കാൻ പറ്റുമായിരിക്കും, ആ മനസ്സിൻ്റെ ഭാരം. പക്ഷേ മനസ്സിൻ്റെ ഭാരം ഇറക്കി വയ്ക്കുവാനുള്ള കൗൺസിലിംഗ് മാത്രമല്ല ഉദ്ദേശിക്കുന്നത്, മറിച്ചോ ആത്മാവിൻ്റെ പാപഭാരം കൊണ്ടുണ്ടാകുന്ന അനുഭവത്തിൽ നിന്ന് ആത്മാവിന് മോചനം കിട്ടണം. അതാണ് പാപമോചനം. അതുകൊണ്ടാണല്ലോ കർത്താവിൻ്റെ തിരുശരീരക്തങ്ങൾ പടിഞ്ഞാറോട്ട് എഴുന്നള്ളിക്കുമ്പോൾ പറയുന്നത് തന്നെ കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും. പാപങ്ങളെ ഇറക്കി വെച്ച് ആശ്വസിക്കാനല്ല നമുക്ക്, പിന്നെയോ അത് മോചിക്കണം. അത് ആത്മാവിൻ്റെ ശുശ്രൂഷയാണ്, മനസ്സിൻ്റെ അല്ല. കൗൺസിലിംഗ് കൊടുക്കുന്നത് മാനസികമായ ട്രീറ്റ്മെൻറ്റാണ്. അതുകൊണ്ട് ഒരു മെൻ്റൽ ട്രീറ്റ്മെൻ്റ് ആയിട്ടല്ല കുമ്പസാരത്തെ കാണുന്നത്. അത് അതിൻ്റെ ഒരു ഭാഗമാണെന്നുള്ളത് സത്യമാണ്. പക്ഷേ കൗൺസിലിങ്ങിന്, കുമ്പസാരത്തിന് പകരം വയ്ക്കുവാൻ പറ്റില്ല ഒരിക്കലും കൗൺസിലിംഗ്. കാരണം അത് ഇറക്കി വയ്ക്കുന്ന ഒരു മാനസിക ട്രീറ്റ്മെൻ്റാണ്. കുമ്പസാരം പാപമോചന അധികാരം ഉപയോഗിച്ച് ആത്മാവിന് പുതുക്കം കൊടുക്കുന്ന, ജീവൻ കൊടുക്കുന്ന ഒരു അനുഗ്രഹത്തിൻ്റെ ശുശ്രൂഷയാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. പാപമോചനത്തിൻ്റെ കൂദാശയായതുകൊണ്ട് ഈ പാപം എന്ന് പറയുന്നതാണല്ലോ ദൈവവും ദൈവ സൃഷ്ടിയും തമ്മിലുള്ള അകൽച്ചയുണ്ടാക്കുന്ന ഘടകം. അല്ലേ? അതെ. ജന്മം കൊണ്ട് നമുക്ക് കിട്ടിയ തൻ്റെ സ്വരൂപവും തൻ്റെ സാദൃശ്യവും, അതിൽ നിന്ന് നമ്മളെ വികലമാക്കി തീർക്കുന്നത് പാപമാണ്. ഈ പാപം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോഴാണ് സ്വാഭാവികമായി ദൈവത്തിൽ നിന്ന് നമ്മൾ അകന്നകന്നു പോകുന്നത്. ആദ്യ പിതാക്കന്മാരായ ആദാമും ഹൗവായും എന്ന ഏദനിലെ അനുഭവം മുതൽ ഇന്ന് വരെ അതാ. ദൈവത്തെ കാണാൻ ഓടിച്ചെന്നുകൊണ്ടിരുന്നവര് പാപം ചെയ്തപ്പോൾ പിന്നെ കാണുവാൻ ഓടിച്ചെല്ലുന്നില്ല എന്ന് മാത്രമല്ല, പിന്നെയോ കാണാതിരിക്കാൻ ഓടി മാറുകയാണ്. കാണാതിരിക്കാൻ ഓടി മാറുന്ന ഒരു അനുഭവം പാപത്തിന്റെ പരിണത ഫലമാണ്. പാപമില്ലാത്തപ്പോഴോ അവർ കാണുവാനാ ഓടിക്കൊണ്ടിരുന്നത്, ദൈവത്തെ കാണാൻ. അപ്പോൾ ദൈവത്തെ കാണാൻ വേണ്ടി ഓടിച്ചെല്ലുന്ന മനുഷ്യൻ ദൈവത്തെ കാണാതിരിക്കാൻ ഓടി മാറുന്നത് പാപം ചെയ്യുമ്പോഴാണ്. അപ്പോ ഈ പാപമാണ് മനുഷ്യനെ ദൈവത്തിൽ നിന്ന് അകറ്റുന്ന ഘടകം. ഈ അകൽച്ചയെ അനുരഞ്ജിപ്പിക്കുന്നത് ഏതിലൂടെയാണ്? കുമ്പസാരത്തിലൂടെയാണ്. ദൈവത്തിൽ നിന്ന് പാപം മൂലം അകന്നുപോയ മനുഷ്യനെ വീണ്ടും ആ ദൈവസന്നിധിയിലേക്ക്, കർത്താവിൻ്റെ തിരുശരീരക്തങ്ങളുടെ സംസർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് ഓടിപ്പോയവനെ അടുപ്പിച്ചുകൊണ്ടുവരുന്ന, അനുരഞ്ജിപ്പിക്കുന്ന കർമ്മമാണ് കുമ്പസാരം. അതുകൊണ്ടാണ് കുമ്പസാരത്തെക്കുറിച്ച്, കുമ്പസാരം എന്ന കൂദാശയെക്കുറിച്ച് അനുരഞ്ജനത്തിൻ്റെ കൂദാശ എന്നുകൂടെ ഇതിന് പേര് കൊടുക്കാറുണ്ട്. കാരണം ഇത് അനുരഞ്ജനത്തിൻ്റെ കൂദാശ ആകുന്നത് അപ്പോൾ മാത്രമാണ്. ഈ കുമ്പസാരം എന്ന അനുരഞ്ജനത്തിൻ്റെ കൂദാശ സ്ഥാപിച്ചതാരാ? ക്രിസ്തുവാണ്. എല്ലാ കൂദാശകളുടെയും സ്ഥാപനം ക്രിസ്തുവിലൂടെ ആയിരിക്കുന്നത് പോലെ കുമ്പസാരം എന്ന കൂദാശയും സ്ഥാപിച്ചത് കർത്താവ് തന്നെയാണ്. മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യത്തിൽ കർത്താവ് പറയുന്ന ഒരു വലിയ വാക്യമുണ്ട്: നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നതൊക്കെയും സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നതൊക്കെയും സ്വർഗത്തിലും അഴിഞ്ഞിരിക്കും. ഇത് കെട്ടുവാനും അഴിക്കുവാനുമുള്ള അധികാരത്തിൻ്റെ, ഈ കുമ്പസാരമെന്ന അധികാരം, പാപമോചനത്തിൻ്റെ അധികാരം, ഈ കൂദാശയുടെ സ്ഥാപനം, ഇത് കർത്താവാണ് നടത്തിയത് എന്ന് സത്യവേദപുസ്തകത്തിലൂടെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. ഇത് വേദപുസ്തകത്തിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ് കർത്താവ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യത്തിൽ കർത്താവ് ഈ കുമ്പസാരം എന്ന കൂദാശ സ്ഥാപിക്കുന്ന സമയത്ത് സ്ഥാപന വചനമായിട്ട് അരുളി ചെയ്ത വാക്കാണ്: നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നതൊക്കെയും സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നതൊക്കെയും. ഇത് ആരോടാ പറയുന്നത്? തൻ്റെ ശിഷ്യന്മാരോട്. 12 അപ്പോസ്തോലന്മാർക്കാണ് ഈ അധികാരം കർത്താവ് കൊടുക്കുന്നത്. എന്ന് വെച്ചാൽ കർത്താവ് ലോകത്തിൽ ഇരിക്കുമ്പോൾ തൻ്റെ അടുക്കൽ വന്ന പാപികളായ അനേകർക്ക്, രോഗികളായ അനേകർക്ക് ഈ അധികാരം പകർന്നു കൊടുത്തത് ആര് തന്നെയാണ്? കർത്താവ് തന്നെയാണ്. കർത്താവാണ്. പല രോഗികളോടും പറയുന്നുണ്ട്,
മകനെ, നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു, കിടക്കയെടുത്ത് നടക്കാം. മകളെ, നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു, മേലാൽ പാപം ചെയ്യരുത്. അപ്പോൾ കർത്താവ് മനുഷ്യപുത്രനായി നമ്മോട് കൂടെ ലോകത്തിലിരുന്നപ്പോൾ ഈ അധികാരം താൻ തന്നെയാണ് വിനിയോഗിച്ചത്. എന്നാൽ താൻ സ്വർഗാരോഹണം ചെയ്യുന്ന സമയത്ത് തൻ്റെ സാന്നിധ്യം ശരീരപ്രകാരം ലോകത്തിൽ നിന്ന് സ്വർഗീയ പിതാവിൻ്റെ അടുക്കലേക്ക് പോകുന്ന സമയത്ത് ഈ അധികാരം താൻ ആർക്ക് കൈമാറി? സഭയ്ക്ക് കൈമാറി. അപ്പോസ്തലന്മാർ ആരുടെ പ്രതിനിധികളാണ്? സഭയുടെയാ. അപ്പോസ്തലന്മാർ 12 പേരെന്നുള്ള അർത്ഥത്തിലല്ലാണോ? അവർ സഭയുടെ റെപ്രസെന്റേഷനാണ്. അതുകൊണ്ട് ഈ അധികാരം കർത്താവ് കൈമാറുന്നത് സഭയ്ക്കാണ്. ആ സഭയ്ക്ക് അധികാരം കൈമാറുന്ന വലിയ ശുശ്രൂഷയാണ് യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തിന്റെ 23-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 23-ാമത്തെ വാക്യം, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുവീൻ, നിങ്ങൾ ആരുടെ പാപങ്ങൾ മോചിക്കുന്നുവോ അവ മോചിക്കപ്പെട്ടിരിക്കും, ആരുടെ പാപങ്ങൾ മോചിക്കാതിരിക്കുന്നുവോ മോചിക്കപ്പെടാതിരിക്കും. താൻ സ്വർഗാരോഹണം ചെയ്യുന്നതിന് തൊട്ട് മുൻപാ നമ്മൾ പറയുന്നുണ്ട്, അവനൊരു ഉയർന്ന മലയിലേക്ക് അവരെ കൂട്ടിക്കൊണ്ടുപോയി അവൻ അവരുടെ മേൽ ഊതി. അത് പട്ടത്വത്തിന്റെ വലിയൊരു ദൃഷ്ടാന്തമാണ്. അവൻ ഒരു ഉയർന്ന മലയിലേക്ക് അവരെ കൂട്ടിക്കൊണ്ടുപോയി അവൻ അവരുടെ മേൽ ഊതി. അത് കഴിഞ്ഞിട്ടാണ് അവരോട് പറയുന്നത്, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുവീൻ. എന്നിട്ടാ പറയുന്നത്, നിങ്ങൾ ആരുടെ പാപങ്ങൾ മോചിക്കുന്നു എന്ന് വെച്ചാൽ ഇന്ന് വരെ ഞാൻ ചെയ്ത ഈ പാപമോചന അധികാരം ഇന്നു മുതൽ എനിക്ക് വേണ്ടി സഭയായി നിങ്ങളിത് നിവർത്തിക്കണം. അങ്ങനെ സഭയ്ക്കാണ് കർത്താവ് കൊടുത്ത ഈ അധികാരം കൈമാറിയിരിക്കുന്നത്. അല്ലെങ്കിൽ താൻ സ്ഥാപിച്ച ഈ കുംഭസാരം എന്ന കൂദാശയുടെ അധികാരം സഭയ്ക്കാണ് താൻ കൈമാറിയത്. അങ്ങനെയാണെങ്കിൽ ആ കുംഭസാര അധികാരം ഉപയോഗിക്കുന്നത് സഭയാണെന്ന് പറയുമ്പോൾ നിങ്ങൾ കുംഭസാരിക്കുന്നത് ആരുടെ മുമ്പിലാണ്? നിങ്ങൾ കുംഭസാരിക്കുന്നത് ആരുടെ മുമ്പിലാണ്? പട്ടക്കാരന്റെ മുമ്പിലാണെന്ന് നിങ്ങൾ പറയും, അല്ലേ? അല്ലേ? അതെ. പക്ഷെ പട്ടക്കാരന്റെ മുമ്പിലാണെന്ന് പറയുമ്പോൾ ഇന്ന പട്ടക്കാരൻ എന്ന് പറയാൻ പറ്റുമോ? അത് മർക്കോസ് അച്ഛനാകാം, പൗലോസ് അച്ഛനാകാം, മത്തായി അച്ഛനാകാം, യാക്കോബ് അച്ഛനാകാം, ഏതച്ഛനും ആകാം. പക്ഷെ ഒറ്റ കണ്ടീഷനേ ഉള്ളൂ, സഭയുടെ പുരോഹിതനായിരിക്കണം. അപ്പൊ ഇനി നിങ്ങൾ പറ, നിങ്ങൾ കുമ്പസാരിക്കുന്നത് ആരുടെ മുമ്പിലാ? സഭയുടെ മുമ്പിലാ. കുമ്പസാരിക്കുന്നത് പട്ടക്കാരന്റെ വ്യക്തിത്വത്തിന്റെ മുമ്പിലല്ല, പട്ടക്കാരന്റെ മുമ്പിലുമല്ല. പട്ടക്കാരൻ സഭയുടെ റെപ്രസെന്റേഷനാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നാം മുട്ടുകുത്തി നിൽക്കുന്നത് ഏത് പട്ടക്കാരന്റെ മുമ്പിലാണെന്ന് ചോദിച്ചാൽ ആ വൈദികന്റെ പേരിന് അവിടെ പ്രസക്തിയില്ല. ഉണ്ടോ? പക്ഷേ പ്രസക്തിയുള്ളത് ഏതിനാ? ഈ പരിശുദ്ധ സഭയുടെ പുരോഹിതനായിരിക്കണം. അതുകൊണ്ട് തന്നെയല്ലേ പരിശുദ്ധ ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ മക്കളെ അല്ലാതെ ഓർത്തഡോക്സ് സഭയുടെ വൈദികർ കുമ്പസാരിപ്പിക്കുവോ? ഓർത്തഡോക്സ് സഭയുടെ കൂദാശ കൊടുക്കുമോ? ഇല്ല. ഓർത്തഡോക്സ് സഭയുടെ മക്കൾ ഓർത്തഡോക്സ് സഭയുടെ വൈദികരുടെ മുമ്പിലല്ലാതെ കുമ്പസാരിക്കാൻ പോവോ? അതിപ്പോ ഒരു ചോദ്യചിഹ്നമായിട്ട് നിൽക്കുന്ന കാലമാണ്. കാരണം ആത്മീയതയൊക്കെ പന്തലുകളിലൂടെയും ഓഡിറ്റോറിയങ്ങളിലൂടെയും ഒക്കെ ഇങ്ങനെ ഹോൾസെയിലും റീറ്റെയിലുമായിട്ട് കൊടുക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഈ സഭയുടെ പവിത്രമായ പാവനമായ അനുഗ്രഹമായ കൂദാശകളൊക്കെ ഇന്ന് തെരുവോരങ്ങളിൽ ബന്യനും അതുപോലെ തന്നെ അണ്ടർവെയറും ഒക്കെ വിൽക്കുന്ന സ്ഥലയിലേക്ക് എത്തിക്കഴിഞ്ഞു. തിരിച്ചറിയേണ്ടത് നമ്മളാ തിരിച്ചറിയേണ്ടത്. ഇത് തെരുവോരങ്ങളിൽ വിൽക്കാനുള്ളതോ പന്തലുകളിൽ ഹോൾസെയിലായിട്ട് കൊടുക്കാനുള്ളതോ അല്ല. ഇത് നിർമ്മലമായ പൗരോഹിത്യത്തിൻ്റെ സഭയുടെ പരിശുദ്ധ ദേവാലയത്തിൻ്റെ ഉള്ളിൽ വെച്ചാ. നമ്മുടെ കൂദാശകളൊക്കെ നടക്കുന്നത് എവിടെ വെച്ചാ? മൂറോനഭിഷേകം ചെയ്ത ദേവാലയത്തിനകത്ത് വെച്ച. എല്ലാ കൂദാശകളെ എടുത്തു നോക്കിക്കേ. ഇനി അഥവാ പുറത്ത് കുർബാന അർപ്പിക്കാൻ തന്നെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരുങ്ങിയാൽ
മൂറോനഭിഷേകം ചെയ്ത തബിലൈത്ത വെച്ചിട്ട് കുർബാന അർപ്പിക്കുകയുള്ളൂ. അപ്പോൾ കുർബാന അടക്കമുള്ള കൂദാശകൾ നടത്തുന്ന സ്ഥലം, കൂദാശകൾക്ക് നേതൃത്വം കൊടുക്കുന്ന കാർമ്മികൻ, കൂദാശ സ്വീകരിക്കുന്ന വ്യക്തി, കൂദാശയ്ക്ക് ഉപയോഗിക്കുന്ന ഘടകങ്ങൾ, ഇതെല്ലാം സഭയെ ബേസ് ചെയ്താ പോകുന്നത്. അപ്പോൾ സഭയെന്ന ബേസ്മെന്റ് ഇല്ലാത്തടത്ത് ഇതിന് പ്രസക്തിയുണ്ടോ? ഉണ്ടോ? ഇല്ല. അപ്പോൾ അവിടെയാണ് ഞാൻ പറഞ്ഞത്, കർത്താവ് ഈ അധികാരം കൈമാറിയത് സഭയ്ക്കാണ്. ആ സഭയ്ക്ക് കൈമാറിയ അധികാരമാണ് എന്നുള്ള ബോധ്യമാണ് നമുക്ക് ഉണ്ടായിരിക്കേണ്ടത്. അതുകൊണ്ടാണ് ഒരു പുരോഹിതൻ നിങ്ങളെ കുമ്പസാരിപ്പിക്കുന്ന സമയത്ത് കുമ്പസാര പിതാവ് തലയിൽ കൈവച്ചുകൊണ്ട് സമാപന പ്രാർത്ഥന, പാവമോചന പ്രാർത്ഥന നൽകുമ്പോൾ അതിൻ്റെ ആദ്യ ഭാഗം ഇങ്ങനെയാണ്: നമ്മുടെ കർത്താവായ യേശുമിശിഹ തൻ്റെ അപ്പോസ്തോലന്മാർക്കും അപ്പോസ്തോലന്മാർ മേൽപ്പട്ടക്കാർക്കും മേൽപ്പട്ടക്കാർ ബലഹീനനായ എനിക്ക് നൽകിയതുമായ അധികാരത്താൽ. ഇത്രയും ചൊല്ലിയിട്ടാണ് പിന്നെ പാവമോചന പ്രാർത്ഥന ചൊല്ലുന്നത്. ഒന്നും കൂടെ ഞാൻ ആവർത്തിക്കുക: നമ്മുടെ കർത്താവായ യേശുമിശിഹ തൻ്റെ അപ്പോസ്തോലന്മാർക്കും അപ്പോസ്തോലന്മാർ മേൽപ്പട്ടക്കാർക്കും മേൽപ്പട്ടക്കാർ ബലഹീനനായ എനിക്ക് നൽകിയ അധികാരത്താൽ. അപ്പോൾ ഈ അധികാരം ആരുടേതാ? പട്ടക്കാരൻ്റെ ആണോ? മേൽപ്പട്ടക്കാരൻ്റെ ആണോ? അപ്പോസ്തോലൻ്റെ ആണോ? എവിടെയാ ചെന്ന് നിൽക്കുന്നത്? കർത്താവില. അപ്പൊ കർത്താവിൻ്റെ അധികാരം കർത്താവ് ഏൽപ്പിച്ചവരിലൂടെ നിർവഹിക്കപ്പെടുന്നു എന്നുള്ളതാണ് ഓരോ കൂദാശയിലും നമ്മൾ തിരിച്ചറിയേണ്ടത്. അതുകൊണ്ടാണ് ഓരോ കൂദാശയ്ക്കും വലിയ പ്രിപ്പറേഷൻ ഉണ്ട്, ഒരുക്കമുണ്ട് എന്ന് പറയുന്നത്. ഓടി വന്ന് നടത്താവുന്ന ഒരു കൂദാശയാണോ കുമ്പസാരം? അല്ല. കുമ്പസാരം എന്ന കൂദാശ നടത്തണമെങ്കിൽ നല്ലതുപോലെ ഒരുക്കം വേണം. നല്ലതുപോലെ ഒരുങ്ങിയെങ്കിൽ മാത്രമേ അത് ഭംഗിയായിട്ട് ചെയ്യുവാൻ സാധിക്കത്തുള്ളൂ. ഇനി കുമ്പസാരം എന്ന കൂദാശയെക്കുറിച്ച് ഇതൊരു ക്ലാസ് ആയതുകൊണ്ട് അതിൻ്റെ പഴയ നിയമ പുതിയ നിയമ കാഴ്ചപ്പാടും കൂടെ ഒന്ന് ചർച്ചയ്ക്കെടുത്ത് ഞാൻ പ്രായോഗിക തലത്തിലേക്കൊന്ന് വരാമെന്ന് ആഗ്രഹിക്കുക. അതിനാണ് ഞാൻ കുറച്ചും കൂടെ ഊന്നൽ കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്. അതിൻ്റെ പഴയ നിയമ ചരിത്രത്തിലേക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം, പഴയ നിയമത്തിൽ മുഴുവൻ നമ്മൾ വായിക്കുമ്പോൾ ഏതൊരു മനുഷ്യനും ഏതൊരു തെറ്റ് ചെയ്താലും അത് ദൈവത്തോട് ചെയ്യുന്ന പാപമാണ് എന്നുള്ളൊരു കാഴ്ചപ്പാട് പഴയ നിയമ വേദപുസ്തകത്തിൽ ധാരാളം സ്ഥലത്ത് നമുക്ക് കാണുവാൻ സാധിക്കും. അതായത് പ്രകൃതിയോട് ചെയ്താലും സഹോദരനോട് ചെയ്താലും മൃഗത്തോട് ചെയ്താലും ചെയ്യുന്ന തെറ്റ് സൃഷ്ടാവായ ദൈവത്തോട് ചെയ്യുന്ന പാപമാണ്. അതായത് ലോകത്തിൽ തെറ്റായി വ്യാഖ്യാനിക്കപ്പെടുന്ന, തെറ്റായി എന്ന പദമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, തെറ്റ് ചെയ്യുന്നതിനെ സ്വർഗീയ കാഴ്ചപ്പാടിൽ പാപമെന്ന അർത്ഥത്തിലാണ് കാണുന്നത്. ഇഹത്തിൽ നമ്മൾ ഹിതമല്ലാതെ ചെയ്യുന്നതൊക്കെ സ്വർഗത്തിൽ പാപമാണ് എന്നാണ് പരിഗണിക്കുന്നത്. അത് ലേവ്യ പുസ്തകത്തിൽ എടുത്ത് വായിച്ചാൽ ധാരാളം ഭാഗത്ത് ഇത് നമുക്ക് ആവർത്തിച്ച് കാണാൻ പറ്റും. ലേവ്യ പുസ്തകം പല ചാപ്റ്ററുകളിലായിട്ട്, ഞാൻ അതുകൊണ്ട് ഇന്ന ചാപ്റ്റർ എന്ന് പറയുന്നില്ല, കാരണം ആ പുസ്തകം മുഴുവൻ ഏതാണ്ട് പകുതി മുക്കാലും കിടക്കുന്നത് ഇതിനെക്കുറിച്ചാണ്. നീ ഒരു മൃഗത്തോട് തെറ്റ് ചെയ്താൽ, അല്ലെങ്കിൽ സഹോദരനോട് തെറ്റ് ചെയ്താൽ, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്താൽ എന്ന് പറഞ്ഞ് ഇങ്ങനെ കിടക്കുക നീണ്ടു നിവർന്ന്. 2 ശമൂവേലിന്റെ പുസ്തകം 12-ാം അധ്യായത്തിന്റെ ഒന്നെടുത്ത് വായിച്ചു നോക്കിയാൽ, 2 ശമൂവേൽ 12-ാം അധ്യായം, അവിടെ ദാവീദും നാഥാൻ പ്രവാചകനും തമ്മിലുള്ള ഒരു സംഭാഷണമാണ്. മുഴുവൻ വായിക്കാൻ നമുക്ക് ഈ സമയം നടക്കുകയില്ല, നിങ്ങൾ വായിച്ചാൽ മതി. നോട്ട് ചെയ്യുന്നവർക്ക് നോട്ട് ചെയ്തിട്ട് വീട്ടിൽ 2 ശമൂവേൽ 12-ാം അധ്യായം മനസ്സിൽ എന്നും സൂക്ഷിച്ചു വെച്ചോണം. ഏത് മനുഷ്യനും കുമ്പസാരിക്കുന്നതിന് മുമ്പ് ഒന്ന് വായിക്കാൻ പറ്റുന്ന നല്ലൊരു വേദഭാഗമാണ്. കാരണം ദാവീദ് എന്ന് പറയുന്ന കേവലം ഇടയ ചെറുക്കനെ ഇസ്രായേലിന്റെ മഹോന്നതമായ രാജസിംഹാസനത്തിൽ എത്തിച്ച ദൈവത്തിന്റെ മുമ്പിൽ ഇരിക്കുന്ന സിംഹാസനത്തിന്റെ ചുമതലയെ വിട്ട് താൻ വളർന്നു വന്ന വഴികളെ മറന്ന്, വളർത്തിയ ദൈവത്തെ മറന്ന്, തൻ്റെ ഇന്ദ്രിയങ്ങളുടെ സുഖത്തിനു വേണ്ടി അധമനായിത്തീരുന്ന ഒരു ദാവീദിനെയാണ് നമ്മൾ കാണുന്നത്. കിന്നരം വായിച്ച് ശൗലിനെ സൗഖ്യപ്പെടുത്തുന്ന ദാവീദ്
സ്വന്തം ഇന്ദ്രിയത്തെ കിന്നരമായി വായിക്കാൻ തുടങ്ങിയപ്പോൾ അവന് കിട്ടിയത് ശാപവും പാപവും മാത്രമാണ്. പലപ്പോഴും ഈ ഭാഗമൊന്ന് ഏകാന്തമായി ഇരുന്ന് വായിച്ച് ധ്യാനിക്കുകയാണെങ്കിൽ ഓരോ ഞാനും നിങ്ങളുമൊക്കെ ദാവീദുമാരായിട്ട് മാറും. അതാ ഞാൻ പറഞ്ഞത്, ഇടയച്ചെറുക്കൻ്റെ അവസ്ഥയിൽ നിന്ന് ഇസ്രായേലിൻ്റെ രാജസിംഹാസനത്തിലേക്ക് എത്തിയ വഴികളെ മറന്ന്, വളർത്തിയ ദൈവത്തെ മറന്ന്, വളർന്നു വന്നപ്പോൾ കരുതി കാത്തും കൊണ്ടു നടന്ന ദൈവത്തിൻ്റെ പദ്ധതികളെ മറന്ന്, ഇരുത്തിയ സിംഹാസനത്തിൻ്റെ ഉത്തരവാദിത്വം മറന്ന്, സ്വന്തം ഇന്ദ്രിയങ്ങളുടെ സുഖം അത് താലോലിക്കാൻ ദാവീദ് മനസ്സ് കാണിച്ചപ്പം ദാവീദ് പോലും ആരായി മാറി? പാപിയായി മാറി. ഒരു പാപത്തിലേക്ക് ദാവീദ് എത്തിയപ്പോൾ പിന്നീട് നമ്മൾ കാണുന്നതോ പാപ പരമ്പരകളാ പിന്നെ ദാവീദിലേക്ക് വരുന്നത്, അല്ലേ? കൊലപാതകം ഉൾപ്പെടെയുള്ള പാപത്തിലേക്ക് വരികയാണ്. അവിടെയാണ് നാഥാൻ എന്ന് പറയുന്ന പ്രവാചകൻ ദാവീദിന് വലിയ ഒരു അറിവ് പകർന്നു കൊടുക്കുകയാണ്. അവൻ ആ അറിവ് ദാവീദിന് പകർന്നു കൊടുക്കുമ്പോൾ ആ ഭാഗമാണ് 12-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്. അതിൻ്റെ 13 വരെ മുതലുള്ള വാക്യങ്ങൾ ഒന്ന് ഞാൻ വായിക്കുന്നത് ശ്രദ്ധിക്കുക. ദാവീദ് നാഥാനോട്, ഞാൻ യഹോവയോട് പാപം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു. അതിന് നാഥാൻ ദാവീദിനോട്, യഹോവ നിന്റെ പാപം മോചിച്ചിരിക്കുന്നു, നീ മരിക്കയില്ല. എങ്കിലും നീ ഈ പ്രവൃത്തി യഹോവയുടെ ശത്രുക്കൾ ദൂഷണം പറവാൻ ഹേതു ഉണ്ടാക്കിയത് കൊണ്ട് നിനക്ക് ജനിച്ചിട്ടുള്ള കുഞ്ഞ് മരിച്ചു പോകും എന്ന് പറഞ്ഞു. നാഥാൻ തൻ്റെ വീട്ടിലേക്ക് പോയി. പിന്നീടുള്ള ഭാഗമൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. ആ ഭാഗം വായിക്കുമ്പോഴതിൻ്റെ ഞാൻ പറഞ്ഞത്, പഴയ നിയമത്തിൽ തൻ്റെ ഇന്ദ്രിയ സുഖത്തിനു വേണ്ടി താൻ കണ്ടെത്തിയ ഒരു വഴി ഒരു വ്യക്തിയോട് ചെയ്ത അപരാധമായിട്ടല്ല വ്യാഖ്യാനിക്കുന്നത്. ദാവീദ് ഒരു വ്യക്തിയോട് ചെയ്യുന്നതായിട്ടാണ് പ്രവർത്തിക്കാൻ പോകുന്നത്. പക്ഷേ പ്രവർത്തിക്കാൻ പോകുമ്പോൾ ഉണ്ടാകുന്ന ദാവീദിന്റെ മനസ്സ്, ഞാൻ ഒരു വ്യക്തിയോട് എൻ്റെ ഇഷ്ടത്തിനും എൻ്റെ ആഗ്രഹത്തിനും എൻ്റെ സുഖത്തിനും എൻ്റെ ഇന്ദ്രിയ സുഖത്തിനും വേണ്ടിയാ പോകുന്നതെന്നുള്ള സാധാരണ ചിന്തയിലാണ് പോകുന്നത്. പക്ഷേ സാധാരണ ചിന്തയിൽ പോയി അതിൽ നിന്ന് അസാധാരണമായ സംഭവ പരമ്പരകൾ ഒന്നിനു പുറകെ ഒന്നായിട്ടുണ്ടായി. അതൊരു വലിയ കലുഷിതമായ മാനസിക സംഘർഷമായി, മനസ്സിൻ്റെ വ്യഥയായി, ജീവിതത്തിൻ്റെ താളപ്പിഴകൾക്ക് വരെ കാരണമായി മാറിയപ്പോൾ നാഥാൻ പ്രവാചകൻ വന്ന് ദാവീദിന് പാപബോധം വരുത്തി. ഈ പാപബോധം വന്നപ്പോൾ ദാവീദ് പറയുന്നത്, ഞാൻ ഊരിയാവിനോട് ചെയ്തു, ബർശേബായോട് ചെയ്തു എന്നല്ല, പിന്നെയോ ഞാൻ യഹോവയോട് പാപം ചെയ്തു. 13-ാം അധ്യായത്തിന്റെ 23-ാമത്തെ വാക്യം വായിച്ചു കേൾപ്പിച്ചത് അതുകൊണ്ടാണ്. നാഥാനോട് ദാവീദ് പറയുന്നത്, ഞാൻ യഹോവയോട് ചെയ്തു. നിങ്ങളൊന്ന് ചിന്തിക്കണം. ഞാൻ മനസ്സിലാക്കി പോകാൻ വേണ്ടിയാ വീണ്ടും വീണ്ടും ഇച്ചിരി ആവർത്തിക്കുന്ന, ഒത്തിരി പറഞ്ഞില്ലേലും പറയുന്നത് മനസ്സിലാകട്ടെ എന്ന് വിചാരിച്ച. ദാവീദ് ഊരിയാവിനെ കൊല്ലാൻ തന്ത്രം ഉപയോഗിക്കുന്നതും ബത്ശേബ എന്ന ഒരു സ്ത്രീയെ മോഹിക്കുന്നതും അവളോട് കാണിക്കുന്ന വികാരങ്ങളുമൊക്കെ ഒരു മാനുഷിക ബലഹീനതയായിട്ട്, ഇന്നത്തെ കാലത്ത് ഞാൻ അതിനൊരു വാക്ക് പറയാൻ ഉദ്ദേശിക്കുന്നത്, നമ്മളൊക്കെ പറയുന്ന ഒരു സാധാരണ വാക്കുണ്ടല്ലോ, വീക്ക്നെസ്. ആർക്കാ വീക്ക്നെസ് ഇല്ലാത്തതെന്നാണല്ലോ നമ്മളിപ്പോൾ സ്വതസിദ്ധമായിട്ട് കാലം ചെയ്ത അഭിമന്യനായ ഇവാനിയോസ് തിരുമേനി എപ്പോഴും പറയും. വളരെ നിസ്സാരമായി പാപത്തെ കാണുന്നവൻ പറയുന്ന അബദ്ധ വാക്കാണ് എന്ത്? വീക്ക്നെസ്. ആർക്കാ വീക്ക്നെസ് ഇല്ലാത്ത? എല്ലാവർക്കും ഒന്നല്ലെങ്കിൽ ഒന്ന് വീക്ക്നെസ് ഉണ്ട്. നമ്മൾ ഈ പാപത്തെ അങ്ങ് നിസാരവൽക്കരിക്കുകയാണ്. അങ്ങനെ നിസാരവൽക്കരിച്ച ഒരു മനസ്സ് ദാവീദ് എന്ന രാജാവിൻ്റെ ഉള്ളിൽ ഇരുന്നത് കൊണ്ടാണ് കുറ്റബോധമില്ലാതെ മറ്റൊരുത്തൻ്റെ ഭാര്യയെ ഇഷ്ടപ്പെടാനും ആ ഭാര്യയെ തനിക്കാക്കാൻ വേണ്ടി അധികാരിയെ ഇല്ലാതാക്കാനും അങ്ങനെ ഷോർട്ട് കട്ടിലൂടെയോ വഞ്ചന വഴിയിലൂടെയോ തൻ്റെ ഇഷ്ടം, ഒരു വീക്ക്നെസ് നേടിയെടുക്കാനും ഒക്കെ ശ്രമിച്ചത്. അന്നത്തെ മനോഭാവമാണ് ഞാൻ ഈ പറയുന്നത്, ഈ സംഭവമല്ല. ദാവീദ് ഒരു കേവലം മനുഷ്യനായി
തൻ്റെ ഒരു വീക്ക്നെസ് അല്ലെങ്കിൽ തൻ്റെ ഒരു ഇഷ്ടം സാധിക്കാൻ പോകുമ്പോൾ അവൻ്റെ മാനസികാവസ്ഥയും, എന്നാൽ താൻ ചെയ്ത ആ ഒരു വീക്ക്നെസ്സിൽ നിന്ന് അവൻ്റെ മനസ്സിനുണ്ടാകുന്ന വ്യഥ, അനേക കുടുംബങ്ങളിൽ ഉണ്ടാക്കുന്ന പ്രശ്നം, അതിലൂടെ തനിക്ക് തന്നെ തൻ്റെ കാര്യനിർവഹണത്തിനുള്ള ശ്രദ്ധയും അതിനുള്ള കഴിവുമൊക്കെ നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥാവിശേഷവും ഒക്കെ ആയി വന്ന് വല്ലാത്ത ഒരു വിഭ്രാന്തിയിലാകുമ്പോൾ ദാവീദിന്റെ അടുക്കലേക്ക് നാഥാൻ എന്ന പ്രവാചകൻ അവന്റെ അടുക്കൽ വന്ന് അവൻ ചെയ്ത പാപത്തെ അവന് ബോധ്യപ്പെടുത്തുകയാണ്. പാപബോധം വന്നപ്പോ ദാവീദ് പറയുന്നതോ, ഞാൻ യഹോവയോട് പാപം ചെയ്തു. അപ്പോൾ നമ്മൾ ചെയ്യുന്ന പല പ്രവൃത്തിയെക്കുറിച്ചും അത് സ്വാഭാവികമായി മനുഷ്യരുടെ ഇടയിലുള്ളതാണ്, ഇതൊക്കെ ഇല്ലാത്ത മനുഷ്യരാരാണ്, ഇതൊക്കെ ഇന്നത്തെ വിഷയങ്ങളല്ലേ എന്ന് ചിന്തിക്കുന്ന മനസ്സ് പാപബോധമില്ലാത്ത മനുഷ്യനിൽ നിന്നുണ്ടാകുന്ന ചില അബദ്ധജടിലമായ ചിന്തകളാണ്. അത് പിശാചിന്റെ ഒരു ചെറിയ തന്ത്രം കൂടിയാണ്. ഇതിലേക്ക് നയിക്കാൻ നമ്മളെ പ്രചോദിപ്പിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ഒരു തന്ത്രമാണ്. ഇതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ഞാൻ പോയാൽ നിങ്ങളെ അനാഥരായിട്ട് വിടുകയില്ല, ഞാൻ നിങ്ങളെ അനാഥരാക്കാൻ സമ്മതിക്കത്തില്ല. കാരണം നിങ്ങളിൽ അനാഥത്വം വന്നാൽ നിങ്ങൾ പാപത്തിലേക്ക് പോകും. അതുകൊണ്ട് നിങ്ങൾക്കൊരു നായകൻ വേണം. നിങ്ങളുടെ മനസ്സിനെയും ആത്മാവിനെയും ശരീരത്തെയും നിയന്ത്രിക്കുവാൻ ഒരു ലീഡർഷിപ്പ് എന്നും ആവശ്യമാണ്. ആ ലീഡർഷിപ്പ് ആവശ്യമായതുകൊണ്ട് ഞാൻ നിങ്ങളെ അനാഥരാക്കില്ല. ഞാൻ പോയാൽ പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ നിങ്ങളിലേക്ക് വരും. അവൻ നിങ്ങളെ ന്യായത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും പാപത്തെക്കുറിച്ചും ബോധ്യം വരുത്തും. ഈ പരിശുദ്ധാത്മാവ് നയിക്കുന്ന സഭയാണ് ഇന്ന് നമ്മളെ നയിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് തിരിച്ചറിയണം. സഭ എന്ന് പറയുന്നത് നമുക്കൊരു സംഘടനയല്ല. പലപ്പോഴും അങ്ങനെയാണ് നമ്മുടെയൊക്കെ ധാരണ. സഭയ്ക്ക് ലോകപ്രകാരം ഒരു സ്ട്രക്ചറൽ ബോഡിയുണ്ട്. കാതോലിക്ക, ബാബ, മെത്രാപ്പോലീത്ത, വൈദികൻ, മാനേജിങ് കമ്മിറ്റി, അല്ലേ? ഇതൊക്കെയുണ്ട്. അത് ലോകത്തിലിരിക്കുന്ന സഭയുടെ ഒരു സ്ട്രക്ചറൽ മോഡലാണ്. പക്ഷേ സഭ യഥാർത്ഥത്തിൽ എന്താ? ദൈവജനത്തെ ഇഹലോകത്തിൽ ദൈവസന്നിധിയിലേക്ക് നയിക്കുന്ന, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു നിയോഗമാണ്. ആ നിയോഗമായിട്ട് സഭയെ കാണുകയും അതിനെ നയിക്കുന്നത് പരിശുദ്ധാത്മാവ് ആണ് എന്ന് ബോധ്യപ്പെടുകയും ചെയ്യുമ്പോഴാണ് സഭ നൽകുന്ന നിർദ്ദേശവും ഉപദേശവും നമുക്ക് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തും. ഈ ബോധവൽക്കരണത്തിന്റെ ഒരു ശുശ്രൂഷയാണ് ഇപ്പൊ ഞാനിവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അച്ഛൻ എൻ്റെ പേര് പറഞ്ഞപ്പോഴും പേര് കേട്ടു എന്നല്ലാതെ നിങ്ങൾക്ക് എന്നെ അറിയൂ? എത്ര പേർക്ക് എന്നെ അറിയും? ആർക്കും അറിയില്ല. പ്രത്യേകിച്ച് മലബാറിലെ അച്ഛനായതുകൊണ്ട് ആർക്കും അറിയില്ല. പക്ഷെ നിങ്ങൾക്ക് ഒന്നറിയാം. എന്തുവാ? പരിശുദ്ധ ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ പട്ടമേറ്റ, സഭയാൽ അംഗീകരിക്കപ്പെട്ട ഒരു പുരോഹിതനായതുകൊണ്ടാണ് ഇവിടെ നിർത്തി ഇത് ചൊല്ലിക്കുന്നതെന്നുള്ളത്. അത് ഉറപ്പല്ലേ? അതുകൊണ്ടല്ലേ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ അധികാരി വന്നത്. അപ്പൊ ഞാൻ സഭയുടെ പുരോഹിതനായതുകൊണ്ടാണ് സഭയ്ക്ക് വേണ്ടി പ്രബോധനം നടത്തുന്നത്. അപ്പൊ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നതാരാ? സഭയാ. സഭയെ നയിക്കുന്നതാരാ? പരിശുദ്ധാത്മാവാ. പരിശുദ്ധാത്മാവിനെ സഭയെ നയിക്കാൻ വാഗ്ദത്തം ചെയ്തതാരാ? ക്രിസ്തുവാ. കാട് കയറി പോകുന്നില്ല ഞാൻ, പക്ഷെ എങ്കിലും തിരിച്ചറിയണമല്ലോ. അതുകൊണ്ട് മാത്രം ഞാൻ പറഞ്ഞത്, പഴയ നിയമത്തിൽ ദാവീദ് ഒരു രാജാവാണെന്നുള്ള അഹങ്കാരത്തോടെ ഈ രാജ്യത്തിൽ തൻ്റെ അധികാര പരിധിയിൽപ്പെട്ട എന്തിനേയും എൻ്റെ ആവശ്യത്തിന് ഉപയോഗിക്കാനുള്ള അധികാരം എനിക്കുണ്ട് എന്നുള്ള ധിക്കാരത്തോടെ അവനെ ബത്ശേബയിലേക്കും അതിനുവേണ്ടി ഊരിയാവിലേക്കും തെറ്റ് ചെയ്യാൻ പ്രേരിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന മനോഭാവം ഒരു മാനുഷികമായ ബലഹീനതയുടെ ആ വീക്ക്നെസ്സാണ്. അങ്ങനെ തന്നെ ഞാൻ അർത്ഥമാക്കുന്നുള്ളൂ. എന്നാൽ അതിലൂടെ ഉണ്ടായ അവന്റെ മനപ്പതർച്ച, കാര്യനിർവഹണത്തിൽ അവന് ചെയ്യാൻ പറ്റാത്ത അവന്റെ ഇഷ്യൂസ്, ഒന്നിനു പുറകെ ഒന്നായിട്ട് അസ്വസ്ഥത, പ്രയാസം, പ്രതിസന്ധി, ഇതിങ്ങനെ കൂടിക്കൂടി വന്നപ്പം ആ അസ്വസ്ഥതയുടെ നടുവിലേക്കാണ് പരിശുദ്ധാത്മാവിന്റെ നിയോഗം പോലെ പ്രവാചകനായ നാഥാൻ വരുന്നു.
അവൻ പറഞ്ഞു കൊടുത്തപ്പോൾ ആർക്ക് ബോധം വന്നു? ദാവീദിന് ബോധം വന്നപ്പോൾ ദാവീദ് പറയുന്നു, അധികാരം രാജാവിൻ്റെയാണ് ഞാൻ ഉപയോഗിച്ചെങ്കിലും എനിക്ക് അധികാരം തന്ന എൻ്റെ ദൈവത്തോട് അധികാരത്തിന് പകരം ധിക്കാരം ഉപയോഗിച്ചത് കൊണ്ട് ഞാൻ പാപം ചെയ്തു. ആരോട്? എന്നെ അധികാരിയാക്കി വെച്ച ദൈവത്തോട്. ഈ പാപബോധം നമുക്ക് വരുത്തുന്നതാണ് സഭയുടെ ധർമ്മം. ഈ പാപബോധത്തിൽ നിന്നാണ് കുമ്പസാരത്തിലേക്ക് നമ്മളെ നയിക്കുന്നത്. പഴയ നിയമത്തിലെ അനുഭവങ്ങളിലൂടെയാണ് ഞാൻ പറഞ്ഞത് പോകുന്നത്. അതുപോലെ തന്നെയാണ് 32-ാം സങ്കീർത്തനത്തിൽ ദാവീദ് തന്നെ പറയുന്ന അതേ വാക്ക് നമുക്കൊന്നും കൂടെ നോക്കുന്നത് നല്ലതാ. 32-ാം സങ്കീർത്തനത്തിൽ അതിൻ്റെ ആദ്യത്തെ 3 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ ദാവീദ് പറയേണ്ട 1 മുതൽ തന്നെ വായിക്കുന്നത് നല്ലതാ. എങ്ങനെയാ? ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ. യഹോവ അകൃത്യം കണക്കിടാതെയും ആത്മാവിൽ കപടം ഇല്ലാതെയും ഇരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഞാൻ മിണ്ടാതെ ഇരുന്നപ്പോൾ നിത്യമായ ഞരക്കത്താൽ എൻ്റെ അസ്ഥികൾ ക്ഷയിച്ചു പോയി. വീക്ക്നെസ്സാ ഞാൻ പറഞ്ഞത്. ഞാൻ മിണ്ടാതെ ഇരുന്നപ്പം ഏതാ? പാപമാണെന്ന് ബോധം വരാതെ, ഏറ്റുപറയാൻ മനസ്സ് കാണിക്കാതെ, തെറ്റിനെ കുറിച്ച് ന്യായീകരിച്ച് അഥവാ ഒളിച്ചു വെച്ച്, ആരും കണ്ടില്ല ആരും അറിഞ്ഞില്ല എന്ന് വിചാരിച്ച് ഞാൻ ഒളിച്ചു വെച്ച് മിണ്ടാതെ ഇരുന്നപ്പോൾ നിത്യമായ ഞരക്കത്താൽ എൻ്റെ അസ്ഥികൾ ക്ഷയിച്ചു പോയി. പിന്നെ എഴുന്നേക്കാൻ പറ്റുന്നില്ല, സിംഹാസനത്തിൽ ഇരിക്കാൻ പറ്റുന്നില്ല, കാര്യനിർവഹണം നടത്താൻ മനസ്സ് നേരെ നിൽക്കുന്നില്ല, ഉദ്ദേശിച്ചതൊന്നും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. രാവും പകലും നിന്റെ കൈ എൻ്റെ മേൽ ഭാരമായിരുന്നു. അതുവരെ ദാവീദിന് ദൈവത്തിന്റെ കരം അനുഗ്രഹമായിരുന്നു. തെറ്റ് ചെയ്തപ്പോഴോ ദൈവകരം അവന് ഭാരമായി. അനുഗ്രഹം പോലും ഭാരമായി മാറി. എൻ്റെ മജ്ജ വേനൽക്കാലത്തിലെ ഉഷ്ണത്താൽ എന്ന പോലെ വറ്റിപ്പോയി. മജ്ജ വറ്റിപ്പോയി എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഉത്സാഹവും ചടുലതയും ആ ചെയ്യാനുള്ള തീഷ്ണതയൊക്കെ ഉറങ്ങിപ്പോയി. ഒന്നിനും കഴിയാത്തൊരവസ്ഥ, ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു നിസ്സഹായ അവസ്ഥ. അപ്പോഴാ പറയുന്നത്, ഞാൻ എൻ്റെ പാപം നിന്നോട് അറിയിച്ചു, എൻ്റെ അകൃത്യം മറച്ചു വെച്ചതുമില്ല, എൻ്റെ ലംഘനങ്ങളെ യഹോവയോട് ഏറ്റുപറയുമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ നീ എൻ്റെ പാപത്തിൻ്റെ കുറ്റം ക്ഷമിച്ചു തന്നു. വല്ലപ്പോഴും ഒന്ന് വായിക്കുന്നത് നല്ലതാണ്. കുമ്പസാരത്തിന് മുമ്പ് വായിക്കേണ്ട അനുതാപത്തിന്റെ സങ്കീർത്തനങ്ങളിൽ ഒന്നാ 32-ാം സങ്കീർത്തനം. പാപം ചെയ്തിട്ട് ആരും അറിയാതെ ഒളിച്ചു വെച്ച് ഞാൻ നടന്നു. രക്ഷപ്പെടാൻ പറ്റിയോ? പിന്നെ ഉണ്ടായ 2-3 സംഭവങ്ങൾ പറയുന്നുണ്ട്. അതിലേക്ക് ഞാൻ കൂടുതൽ പോകുന്നില്ല. ആ അനുഭവത്തിലാണ് ഞാൻ പറഞ്ഞത്, അപ്പോൾ ഞാൻ തീരുമാനിച്ചു, എൻ്റെ അകൃത്യം ഞാൻ ദൈവത്തോട് ഏറ്റു പറഞ്ഞു. അപ്പോൾ നീ എൻ്റെ പാപം ക്ഷമിച്ചു തന്നു. എന്നിട്ടാണല്ലോ 51-ാം സങ്കീർത്തനത്തിന്റെ എഴുത്തിലേക്ക് വരുന്നത്, അല്ലേ? പിന്നെ പാടുകയാണ് ദൈവസന്നിധിയിലിരുന്ന് കീർത്തനം. പോട്ടെ, ഞാൻ പഴയ നിയമത്തിന്റെ 2 സംഭവങ്ങൾ ഒന്ന് എടുത്തു പറഞ്ഞു. ഒന്ന്, പഴയ നിയമത്തിൽ സഹോദരനോടോ മൃഗത്തോടോ പ്രകൃതിയോടോ ദൈവത്തിന്റെ സൃഷ്ടിയായ ഏതൊന്നിനോട് മനുഷ്യൻ ഒരു തെറ്റ് ചെയ്താൽ അത് ദൈവത്തോട് ചെയ്യുന്ന പാപമാണെന്നുള്ള ചിന്ത പാപബോധമുള്ള മനുഷ്യനിൽ ഉണ്ടാകുന്നു. രണ്ടാമത്തത് പഴയ നിയമത്തിൽ കാണുന്നത്, പാപബോധമുണ്ടാകുന്ന മനുഷ്യൻ പാപബോധത്തിന്റെ പരിണിത ഫലമായിട്ട് അവൻ്റെ ക്രിയേറ്റിവിറ്റി, അവൻ്റെ കാര്യനിർവഹണ ശേഷി, അവൻ്റെ പ്രവർത്തിക്കാനും ചെയ്യാനും ഒക്കെ ഓടി നടക്കാനുമുള്ള ശക്തി മുഴുവൻ ക്ഷയിച്ചു പോകുന്നു. അവൻ ഒന്നുമല്ലാത്ത ഒരവസ്ഥയിലേക്ക് തരം താണ് ഭാരത്തിന്മേൽ ഭാരവുമായി വന്നപ്പോഴാണ് രണ്ടാമത്തെ പാർട്ട് കുമ്പസാരത്തിന്റെ കാണുന്നത്. അവൻ തെറ്റ് ചെയ്തു എന്നുള്ള ചിന്തയിൽ നിന്ന് ഈ തെറ്റെല്ലാം എൻ്റെ ദൈവത്തോട് ചെയ്ത പാപമാണെന്നുള്ള ബോധ്യം വരുന്നു. രണ്ടാമത് വരുന്നതോ
പാപം ഏറ്റുപറയുന്നു. ഒന്ന് പാപബോധം വരുന്നു, രണ്ട് ഏറ്റുപറയുന്നു. ഏറ്റുപറഞ്ഞു കഴിഞ്ഞപ്പോൾ അപ്പോൾ നീ എൻ്റെ പാപം ക്ഷമിച്ചു തന്നു. അതാ ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഇത് അനുരഞ്ജനത്തിന്റെ കൂതാശയാ. ദൈവമെന്ന സൃഷ്ടാവിൽ നിന്ന് സൃഷ്ടി എന്ന മനുഷ്യൻ അകന്നു പോകുമ്പോൾ അതിനെ വീണ്ടും അനുരഞ്ജിപ്പിച്ചു കൊണ്ടുവരുന്നത് ബർസാരത്തിലൂടെയാ. അപ്പോഴാണ് മനുഷ്യന്റെ ആ ദൈവീക കൃപയാകുന്ന ക്രിയേറ്റിവിറ്റി അവനിലേക്ക് വീണ്ടും കിട്ടുകയാണ്. അവൻ വീണ്ടും ഊർജ്ജസ്വലതയോടെ പ്രവർത്തിക്കുകയാണ്. ആ ശക്തിയുടെ ഒരു പരിണിത ഫലം പഴയ നിയമത്തിൽ നമ്മൾ കാണുന്നത്. ഒത്തിരി ഉപമകളും ഉദാഹരണങ്ങളും ഉണ്ടെങ്കിലും ചുരുങ്ങിയ സമയം കൊണ്ട് അവസാനിപ്പിക്കാനുള്ളത് കൊണ്ട് പുതിയ നിയമത്തിലേയും കൂടെ ഞാൻ ഒരു തെളിവിന് വേണ്ടി വരികയാണ്. പുതിയ നിയമത്തിൽ 2-3 തലങ്ങളിലൂടെ നമ്മൾ കാണുന്നുണ്ട്. ഒന്ന്, മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ സ്നാപക യോഹന്നാന്റെ അടുക്കൽ ജനം യോഹന്നാൻ സ്നാപകന്റെ പ്രബോധനം കേട്ട് പാപബോധമുണ്ടായപ്പോൾ, അവിടെ പറയുന്നു അവരുടെ ഹൃദയത്തിൽ കുത്തുകൊണ്ടിട്ട്. യോഹന്നാൻ സ്നാപകൻ പ്രസംഗിക്കുകയായിരുന്നല്ലോ, അല്ലേ? അദ്ദേഹത്തിന്റെ ശുശ്രൂഷ അതായിരുന്നു. അപ്പൊ പ്രബോധനം നടത്തിയപ്പോൾ പ്രബോധനത്തിലൂടെ പാപബോധം വന്ന ജനം, അതിന്റെ ഒരു സിംബോളിക് വേടാ പറയുന്ന, ഹൃദയത്തിൽ കുത്തുകൊണ്ടിട്ട് അവര് പറയുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യത്തിൽ എന്താ പറയുന്നേ? ഞങ്ങൾ പാപം ചെയ്തു പോയി. ആരോടാ ഏറ്റു പറയുന്നേ? സ്നാപക യോഹന്നാനോട്. പ്രബോധനം കൊണ്ട്, മുന്നോടിയായി കർത്താവിന് വഴിയൊരുക്കാൻ വന്നവന്റെ പ്രബോധനം കൊണ്ട് പാപബോധമുണ്ടാകുകയും പാപബോധത്തിൽ നിന്ന് പാപം ഏറ്റുപറയുകയും ചെയ്യുന്ന പ്രക്രിയ പഴയ നിയമത്തിൽ കണ്ടു. പുതിയ നിയമത്തിൽ മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 6-ാം വാക്യമാണ്. കൂടുതൽ നിങ്ങൾക്കൊന്ന് വായിക്കാനാണ് ഞാൻ ഈ വേർഷൻ ഒന്ന് പറഞ്ഞു തരുന്നത്. നിങ്ങൾ എഴുതിയിട്ടാൽ നിങ്ങൾക്ക് വായിക്കാം. അതുപോലെ തന്നെ ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിൽ സാക്ഷാൽ പത്രോസ് തന്നെ കർത്താവിനോട് പാപം ഏറ്റു പറയുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിൽ എവിടെയാണെന്ന് നിങ്ങൾക്ക് ബോധം ഓർമ്മയുണ്ടാവും. കർത്താവ് പ്രബോധന ശുശ്രൂഷ നടത്താൻ വേണ്ടി വരുമ്പോൾ എല്ലാവരും അന്നത്തെ പരിപാടികളെല്ലാം നിർത്തി വലയൊക്കെ കഴുകി റെഡിയായിട്ടിരിക്കുക. അപ്പോഴാണ് നമ്മൾ കാണുന്നുണ്ട് ശീമോന്റെ 2 പടക് കർത്താവ് ആവശ്യപ്പെട്ടു. അതിലൊന്നിൽ കർത്താവ് കയറി നിന്ന് പയ്യെ വെള്ളത്തിലേക്ക് ഇറങ്ങി കരയിൽ നിൽക്കുന്ന ജനത്തോട് പ്രബോധനം തുടങ്ങി. ആ പ്രബോധന ശുശ്രൂഷ കഴിഞ്ഞിട്ട് പത്രോസിനെ കർത്താവ് വിളിച്ചിട്ട് പറഞ്ഞു, വലയൊക്കെ കഴുകി ഒന്നും കിട്ടാതെ ഇരിക്കുന്ന പത്രോസിന്റെ മുഖം തെളിയുന്നില്ലല്ലോ, നമുക്കൊക്കെ ഊഹിക്കാവല്ലോ. അങ്ങനെ തെളിയാത്ത മോന്തയുമായിട്ടിരിക്കുന്ന പത്രോസിനെ കണ്ടപ്പോൾ കർത്താവ് ഒന്ന് തെളിച്ചേക്കാന്ന് വിചാരിച്ച പത്രോസിനോട് പറഞ്ഞു, ഇത്രയും നേരം കേട്ടതൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ട് ഇത് നടപ്പിലാകുവോ ഇല്ലയോ എന്നറിയാൻ വേണ്ടി പത്രോസിനോട് പറഞ്ഞു. സമയക്കുറവ് കൊണ്ട് ഞാൻ ചുരുക്കി പോവുക കേട്ടോ, മനസ്സിലാകും നിങ്ങൾക്ക്. കാരണം തലേ ദിവസം എങ്ങാണ്ട് ഇറങ്ങിയതാ വലയായിട്ട്. നേരത്തോട് നേരം ഈ കടലിലൂടെ മുക്കുവന്റെ പുത്രനായ ശീമോൻ പരതാവുന്നതെല്ലാം പരതിയച്ചിട്ട് ഒന്നും കിട്ടാതെ വള്ളവും കഴുകി വലയും കഴുകി എല്ലാ ഇടപാടും നിർത്തി നിൽക്കുമ്പോഴാണ് തമ്പുരാൻ വന്നിട്ട് 4 വാക്ക് പറയാൻ നിൽക്കുന്നത്. അങ്ങനെ പറയാൻ നിൽക്കുന്ന സമയത്ത് വടകും എടുത്ത് പറഞ്ഞു. എല്ലാം കേട്ട് കഴിയുമ്പോൾ നേരത്തോട് നേരം അധ്വാനിച്ചിട്ട് നിൽക്കുന്ന അങ്ങേര് ഈ വചന ശുശ്രൂഷ, അതായത് 11 മണിക്ക് കുർബാന തീർന്ന് പിന്നെ ഒരു 1 മണിക്കൂർ അച്ഛൻ പ്രസംഗിക്കുകയും കൂടെ ചെയ്യുമ്പോൾ 12 മണിക്ക് വന്നിട്ട് നിങ്ങളോട് പിന്നെ ഒരു കാര്യം പറയുമ്പോൾ ഉണ്ടാകുന്ന മനോഭാവം എന്ന് ഓർത്തേ. അപ്പൊ ആ തലത്തിലാ പത്രോസിനോട് പറയുന്നേ, ഈ വലയും എടുത്ത് കഴുകി കെട്ടിവെച്ച വലയും എടുത്ത് ആഴത്തിലേക്ക് ഒന്നും കൂടെ പോയി നോക്കാൻ. പത്രോസ് സാമാന്യ ക്രിസ്ത്യാനി ആയിക്കൊണ്ട് നമ്മുടെ പ്രതിനിധിയായിട്ട് ആദ്യം പ്രതികരിച്ചു. എന്താ പറഞ്ഞേ? കഴിയാവുന്ന പണിയൊക്കെ ചെയ്തിട്ട് നിൽക്കുക, വലിയ പ്രയോജനമില്ലെന്ന് നല്ല ബോധ്യമുണ്ട്. എങ്കിലും നീ പറഞ്ഞ വാക്കനുസരിച്ച് ഞാൻ വല ഇറക്കാം. ഇറക്കി. അത് കഴിഞ്ഞിട്ടോ നിറയെ കിട്ടി. കൂട്ടുകാരും കൂടെ ചെന്ന് വല അടിപ്പിച്ചു. ഈ വല അടിപ്പിച്ച് കഴിഞ്ഞപ്പോഴാണ് നാഥാന്റെ പ്രബോധനം കൊണ്ട് ദാവീദിന് ബോധം വന്ന മാതിരി കർത്താവിന്റെ പ്രബോധനം കൊണ്ട് പത്രോസിന് ബോധം വന്നു.
ബോധം വന്നപ്പോഴാണ് പത്രോസ് പറഞ്ഞ് കർത്താവിനോട് പറയുക, ഞാൻ നിന്നോട് പാപം ചെയ്തു പോയി, എന്നെ വിട്ടു പോണം, കാരണം നിന്റെ അടുക്കൽ നിൽക്കാൻ എനിക്ക് യോഗ്യത ഇല്ല. പാപബോധം, ഞാൻ പാപം ചെയ്തു എന്ന് പത്രോസ് കർത്താവിനോട് ഏറ്റുപറയുന്നു. ആദ്യം ഞാൻ പറഞ്ഞത്, പ്രബോധനം നൽകിയ യോഹന്നാന്റെ പ്രബോധനം കേട്ട് പാപബോധം വന്ന ജനം യോഹന്നാൻ സ്നാപകനോട് പാപം ഏറ്റുപറയുന്നു. 2, സാക്ഷാൽ ഒടയതമ്പുരാൻ തന്നെ, ക്രിസ്തു തന്നെ പ്രബോധന ശുശ്രൂഷ നടത്തി കഴിഞ്ഞപ്പോൾ പാപബോധം വന്ന സാക്ഷാൽ പത്രോസ് കർത്താവിനോട് പറയുന്നു, ഞാൻ നിന്നോട് പാപം ചെയ്തു, ഞാൻ പാപിയ, നീ എൻ്റെ അടുക്കൽ നിൽക്കരുത്, എന്നെ വിട്ടേച്ച് പോണം എന്ന് പറയുന്ന ഭാഗം. പിന്നെയോ 1 യോഹന്നാൻ 1:9 വ്യക്തമായി അവിടെ പറയുന്നുണ്ട് പാപം ഏറ്റുപറയുന്നതിനെ കുറിച്ച്. 1 യോഹന്നാൻ 1:9 അവിടെ പറയുന്നത്, നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നു എങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനും ആകുന്നു. നാം പാപം ചെയ്തിട്ടില്ല എന്ന് പറയുന്നു എങ്കിൽ അവനെ അസത്യവാദിയാക്കുന്നു, അവന്റെ വചനം നമ്മിൽ ഇല്ലാതെയായി. ദൈവവചനമെന്ന പ്രബോധനം നമ്മളിൽ ഇല്ലാതെ ആകുമ്പോഴാണ് നമ്മൾ പറയുന്നു, ഞാൻ പാപം ചെയ്തിട്ടില്ല, അസത്യവാദിയാകുന്നു. സത്യമല്ല പറയുന്നത്. ദൈവവചനം ഉണ്ടെങ്കിൽ പത്രോസ് പറഞ്ഞ മാതിരി പറയും, ഞാൻ പാപം ചെയ്തു പോയി. അതുപോലെ തന്നെ യാക്കോബ് ശ്ലീഹായുടെ പുസ്തകം 5:15 അവിടെ യാക്കോബ് ശ്ലീഹായുടെ പ്രബോധനത്തിൽ പറയുന്നുണ്ട്, നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളെ പരസ്പരം തമ്മിൽ ഏറ്റുപറയണമെന്നാ പറയുന്നത്. പിന്നെയോ ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം, അതിലങ്ങ് നിർത്താം. ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം ഏതിനെ കുറിച്ച് പറയുന്നതാ? അത്രയെങ്കിലും പറയാവോ? ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം ഏത് വിഷയമാ? ധൂർത്തപുത്രൻ, മുടിയനായ പുത്രൻ എന്ന് പറയരുത് കേട്ടോ, തമ്പുരാൻ പോലും പൊറുക്കുകയില്ല. അങ്ങേരേക്കാൾ മുടിഞ്ഞതായിരിക്കും നമ്മുടെ കയ്യിലിരിപ്പ്. അപ്പൊ അതുകൊണ്ട് അത്രയും കടുപ്പിച്ചൊന്നും പറയണ്ട, നമുക്ക് സാമാന്യവൽക്കരത്തിൽ പറയാം. എന്തുവാ ധൂർത്തപുത്രൻ? ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായത്തിന്റെ ആശയം അതാണ്, ധൂർത്തപുത്രന്റെ ഉപമയാണ്. ആ ധൂർത്തപുത്രന്റെ ഉപമയിലാണ് 15-ാം അധ്യായത്തിന്റെ 21-ാം വാക്യത്തിൽ മടങ്ങി വരുന്ന പുത്രൻ, അല്ലേ? കുമ്പസാരിക്കാൻ പോകുമ്പോൾ വായിക്കേണ്ട ഏറ്റവും നല്ലൊരു വേദഭാഗമാണ് ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം. അത് വായിച്ചിട്ടേ കുമ്പസാരിക്കാൻ പോകാവൂ. അവിടെ പറയുന്നുണ്ട്, അപ്പനെ വിട്ടേച്ചിട്ട് കൂട്ടുകാരുടെ മുമ്പ് കൂടെ പന്നിയുടെ അടുക്കൽ വരെ പോയ പുത്രൻ. അവന്റെ മനോഭാവം ഒരു വശത്ത് കിടക്കട്ടെ, സമയക്കുറവ് കൊണ്ട് ഞാൻ എടുക്കുന്നില്ല. രണ്ടാമത്, പന്നിയുടെ പക്കൽ നിന്ന് അപ്പന്റെ അടുക്കലേക്ക് വരാൻ മനസ്സ് കാണിച്ച മടങ്ങി വരുന്ന പുത്രൻ. അവൻ അപ്പന്റെ അടുക്കൽ വന്നിട്ട് അപ്പനോട് പറയുന്നത് എന്താ? അപ്പ, നിന്നോടും സ്വർഗത്തോടും ഞാൻ പാപം ചെയ്തു. അവൻ ആരോടാ തെറ്റ് ചെയ്തത്? അപ്പനോടാ. അങ്ങോട്ട് പോകുമ്പോൾ ഉള്ള മനോഭാവം എന്തായിരുന്നു? വളരെ ന്യായമായ മനോഭാവമാണെന്ന് ഓർത്തോണം. അക്രമം ഒന്നും അങ്ങേര് ചെയ്തില്ല. ചെയ്തോ? കാരണം എന്തുകൊണ്ടാ? അങ്ങേർക്ക് 2 പുത്രനേ ഉള്ളൂ അപ്പന്, അല്ലേ? അതുകൊണ്ടാ പറഞ്ഞ ന്യായമായി മാത്രമേ ചോദിച്ചുള്ളൂ. അപ്പന് 2 മക്കളേ ഉള്ളൂ, 2 മക്കളിൽ എനിക്കുള്ള അവകാശമേ ചോദിച്ചുള്ളൂ. എല്ലാം കൂടെ മുടിച്ചോ? അതുകൊണ്ടാ ഞാൻ പറഞ്ഞേ, എല്ലാം മുടിച്ച് തേച്ച് കഴുകിയിട്ടിരിക്കുന്നവരുണ്ടാവും ഞാനും നിങ്ങളും ഒക്കെ. ദൈവം തമ്പുരാൻ തന്ന ആത്മീയ നിലവരങ്ങളെല്ലാം നശിപ്പിച്ചേച്ച്, എല്ലാ അവകാശങ്ങളും കൃപകളും നശിപ്പിച്ചേച്ച്, കുടുംബത്തെയും സഹോദരങ്ങളെയും ഇല്ലാതാക്കി നശിപ്പിച്ച് എത്ര കുടുംബങ്ങളുടെ സ്വൈര്യം കെടുത്തി ജീവിക്കുന്നവരായിരിക്കും നമ്മളൊക്കെ. അപ്പോ ന്യായമായ അപ്പന്റെ വീതം മേടിക്കാൻ പോയ അവനെ മുടിയനായ പുത്രൻ എന്ന് വിളിച്ചാൽ നമ്മളെ എന്തോ ഗതിയിലായിരിക്കും എത്താൻ പോണത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ പങ്കപ്പാടൊന്നും ചെയ്യണ്ട. നമുക്ക് ഇത്രയും പറയാം, ന്യായമായ വിധത്തിൽ ഉള്ളതിന്റെ വീതം തരാനേ പറഞ്ഞുള്ളൂ. അതും മേടിച്ചുകൊണ്ട് അങ്ങോട്ട് പോണത്, അല്ലേ? അപ്പൊ പാപത്തിലേക്ക് പോകുന്ന മനുഷ്യൻ പാപത്തെ ന്യായീകരിക്കാനും നീതീകരിക്കാനുമുള്ള മാനസികാവസ്ഥയിലാണ്. ഇതല്ലേ ഇന്നിന്റെ നമ്മുടെയൊക്കെ അവസ്ഥ? ഓരോ തെറ്റ് ചെയ്യുമ്പോഴും ഓരോ കാര്യം ചെയ്യുമ്പോഴും ഇതൊക്കെ ന്യായമാണ്,
ഇതൊക്കെ സ്വാഭാവികമാണ്, ഇതൊക്കെ നടപടിക്രമം അനുസരിച്ച് ഇന്ന് എവിടെയാ ഇല്ലാത്ത, ആരാ ചെയ്യാത്ത, ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മളെ നയിക്കുന്നത് ദൈവവചനവുമല്ല, ദൈവവുമല്ല, പരിശുദ്ധാത്മാവുമല്ല. എന്നാൽ പന്നിയുടെ വാളവര തിന്ന് അയ്യം വിളിച്ചപ്പോൾ അവനുണ്ടായ പാപബോധം, ഈ പാപബോധത്തിന്റെ പിന്നിലെ രഹസ്യം എന്താണെന്നറിയാമോ? നാശത്തിലേക്ക് മോൻ പോകുമ്പോഴും വിഭാര്യനായ ഒരപ്പൻ തൻ്റെ മകന് വേണ്ടി കണ്ണുനീരോടെ കരഞ്ഞു എന്നുള്ളതാ. ആ അപ്പന്റെ കണ്ണുനീര് കണ്ടിട്ടാണ് അവനെ പന്നിയുടെ അടുക്കൽ വരെയേ ദൈവം വിട്ടുള്ളൂ. അതിനപ്പുറത്തേക്ക് വിട്ടോ ഇല്ല. അവന്റെ മിടുക്ക് കൊണ്ടല്ല, പിന്നെയോ അവന്റെ അപ്പന്റെ കണ്ണുനീര്. ഇതുകൊണ്ടാണ് നമ്മളൊക്കെ പറയുന്നത്, ഒരുത്തൻ തെറ്റ് ചെയ്തു, കുറ്റം ചെയ്തു എന്ന് പറഞ്ഞാൽ അവനെ ശപിക്കുകയല്ല നമ്മൾ ചെയ്യേണ്ടത്, പിന്നെയോ പ്രാർത്ഥിക്കണം, അവന് വേണ്ടി പ്രാർത്ഥിക്കണം. ഒരു സഹോദരൻ സഹോദരനോട് തെറ്റ് ചെയ്താൽ, ഒരു മകൻ അപ്പനോട് തെറ്റ് ചെയ്താൽ, ഒരപ്പൻ മകനോട് തെറ്റ് ചെയ്താൽ, ഒരു ഭാര്യ ഭർത്താവിനോട് തെറ്റ് ചെയ്താൽ, ഒരു ഭർത്താവ് ഭാര്യയോട് തെറ്റ് ചെയ്താൽ, തെറ്റ് ചെയ്തതിന്റെ പേരിൽ അവരെ ശപിക്കുകയും വിധിക്കുകയും ചെയ്യരുത്. ഇത് രണ്ടും നമുക്ക് അവകാശം പറഞ്ഞിട്ടുള്ളതല്ല. പിന്നെ എന്ത് ചെയ്യണം? അവർക്ക് വേണ്ടി ധൂർത്തപുത്രന്റെ അപ്പൻ ചെയ്തതുപോലെ കണ്ണുനീരോടെ പ്രാർത്ഥിക്കണം. കാരണം ആ പ്രാർത്ഥനയുടെ ആഴം അവന്റെ പാപത്തിന്റെ ആഴത്തിലേക്ക് എത്തിക്കാതെ അവനെ അവിടെ നിന്ന് കരനേറ്റി കൊണ്ടുവരും. നിങ്ങൾക്കറിയാവില്ല, ഈ വെള്ളത്തിലൊക്കെ കിടക്കുന്ന ചില വസ്തു എടുക്കാൻ നമ്മൾ ചില ട്രിക്ക് ഉപയോഗിക്കും. എന്താ ചെയ്യുന്നത്? വെള്ളം കരയിൽ നിന്ന് എത്ര ആഴത്തിലാണോ കിടക്കുന്നത് അതിനേക്കാൾ അല്പം കൂടെ ആഴമുള്ള തോട്ടിയല്ലേ ഉപയോഗിക്കുന്നത്? അല്ലേ? ആണോ? കരയിൽ നിന്ന് വെള്ളത്തിലേക്ക്, വെള്ളത്തിന്റെ മുകളിൽ കിടക്കുന്ന വസ്തു എടുക്കാൻ അതിനേക്കാൾ അല്പം കൂടെ ആഴമുള്ള നീളമുള്ള തോട്ടി അല്ലേ? തോട്ടിന്നല്ലേ ഇതിന് പറയുന്നത്? അതെ, മലബാറുകാരനായതുകൊണ്ട് ഭാഷ മാറുകയല്ലോ, പേടിയ. അങ്ങനെ ഉണ്ടെങ്കിലല്ലേ വെള്ളത്തിന്റെ അടിയിലേക്ക് ഇത് ഇറക്കിയിട്ട് ഇതിനെ കോരിയെടുക്കാൻ പറ്റൂ. അതായത് പാപത്തിലേക്ക് പോകുന്ന വ്യക്തിയുടെ പാപചിന്തയേക്കാൾ അതിന്റെ വേദന അനുഭവിക്കുന്നവന്റെ പ്രാർത്ഥനയുടെ ആഴം ശക്തിയുള്ളതാകണം, നീളമുള്ളതാകണം. അപ്പോൾ അവനെ വഴിയിൽ വെച്ച് തന്നെ ഈ പ്രാർത്ഥന കോരിയെടുക്കും, തിരിച്ചു കൊണ്ടുവരും. അങ്ങനെ കൊണ്ടുവരുമ്പോഴാണ് അവൻ പറയുന്ന വാക്കാണ് ഞാൻ പറഞ്ഞത്, ഞാൻ നിന്നോടും സ്വർഗത്തോടും പാപം ചെയ്തു. അപ്പൊ പുതിയ നിയമത്തിലും നമുക്ക് വ്യക്തമായിട്ട് ഇത് കാണുവാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇനി രണ്ട് കാര്യങ്ങളാ ഇത്രയും നേരം പഴയ നിയമം പുതിയ നിയമം പറഞ്ഞ് ഞാൻ പറഞ്ഞത്. ഒന്ന് പാപബോധം, രണ്ട് ഏറ്റുപറച്ചിൽ. അല്ലേ? പാപബോധം വരുത്തുന്നത് പഴയ നിയമത്തിൽ പ്രവാചക ശബ്ദം പരിശുദ്ധാത്മാവിന്റെ പ്രതീകമായിട്ട്, പുതിയ നിയമത്തിൽ പരിശുദ്ധാത്മാവ് ആരിലൂടെ? ആരിലൂടെ? സഭയിലൂടെ. ആ ഉത്തരം പഠിച്ചില്ലെങ്കിൽ ഇത് മുഴുവൻ വ്യർത്ഥമാണ്. പഴയ നിയമത്തിൽ ദൈവത്തിന്റെ ആത്മാവിന്റെ ശബ്ദമായി നിലകൊള്ളുന്ന പ്രവാചകന്മാരിലൂടെയാണെങ്കിൽ പുതിയ നിയമത്തിൽ പ്രവാചക ശബ്ദം തന്നെ ആരാ? കർത്താവ് ഭരമേൽപ്പിച്ച സഭയാ. ഈ സഭയാണ് പ്രബോധനം നൽകുന്നത്, സഭയുടെ പ്രബോധനം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ് സ്നാപക യോഹന്നാന്റെ പ്രബോധനം, ക്രിസ്തുവിന്റെ പ്രബോധനം, യാക്കോബിന്റെ പ്രബോധനം, യോഹന്നാൻ ശ്ലീഹായുടെ പ്രബോധനം. ഈ പ്രബോധനം കേൾക്കുമ്പോഴാണ് പാപബോധം ഉണ്ടാകുന്നത്. പാപബോധം ഉണ്ടാകുന്നവനിലെ പ്രതിഫലനമാണ് ഏത്? ഏറ്റുപറച്ചിൽ. ഈ ഏറ്റുപറയുന്ന മനോഭാവം. ഇനി മൂന്നാമത്തെ ഒരു ഘട്ടം, ക്രിസ്തുവിന്റെ ശുശ്രൂഷ വേദപുസ്തകത്തിൽ നമ്മൾ കാണുന്നിടത്ത് പാപബോധവും ഏറ്റുപറച്ചിലും മാത്രമല്ല, പിന്നെയോ പാപമോചനത്തിന്റെ കൂടെ ചില വ്യവസ്ഥ കൂടിയുണ്ട്. പാപമോചനത്തിന് വ്യവസ്ഥയുണ്ട്. അതും കൂടെ ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാ. ലൂക്കോസിന്റെ സുവിശേഷം 19-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം. ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം ധൂർത്തപുത്രന്റെ ആന്ന് പറഞ്ഞത് കിടക്കണേ തലയില്. 19-ാം അധ്യായമോ? 19-ാം അധ്യായം ആരുടെയാ? ഒരു കുള്ളൻ സക്കായിയുടെയാ.
ഓർത്തിരുന്നാ മതി എവിടെയെങ്കിലുമൊക്കെ. അതുകൊണ്ട് ഭവന കൂദാശയ്ക്ക് വരുമ്പോൾ ആ ഭാഗമായി വായിക്കുന്നത്. 19-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യത്തിൽ സഖായി പറയുന്നത് എന്താ? സഖായി പറയുന്ന വാക്യം, ഞാൻ ഉള്ളതിൽ പകുതി ദരിദ്രർക്ക് കൊടുക്കുന്നു. പിന്നെയുള്ളതോ, ആരോടെങ്കിലും എന്തെങ്കിലും അനീതിയായി മേടിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നിന് 4 വീതം തിരിച്ചു കൊടുക്കുകയും ചെയ്യും. പാപമോചനം എന്ന് പറയുന്നത് അത്ര അങ്ങ് ഫ്രീ ഹാൻഡ് ഒന്നുമല്ല. ആണോ? വേദപുസ്തകത്തിൽ ആണോ? അല്ല, അതിനൊരു വ്യവസ്ഥയുണ്ട്. നീ പാപത്തിലൂടെ നേടിയതെല്ലാം കീശയിൽ വെച്ചുകൊണ്ട് പാപമോചനം നേടിയെന്നാണോ അതിന്റെ അർത്ഥം? അല്ല, പാപത്തിന്റെ വഴിയിൽ സമ്പാദിച്ചതിനെ വ്യവസ്ഥാപിതമായിട്ട് തന്നെ പ്രായശ്ചിത്തം ചെയ്യണമെന്നൊരു വ്യവസ്ഥ ഇവിടെ കാണുന്നത് അല്ലേ? ആണോ? അതെ. അതുപോലെ തന്നെ അടുത്തതും കൂടെ പറഞ്ഞു തരാം. ലൂക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായം, ലൂക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായം അതിൽ 36 മുതൽ 50 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ അവിടെ പാപിനി സ്ത്രീയെ കുറിച്ചാ പറയുന്നത്. പാപിനി സ്ത്രീയെ കുറിച്ചാ. ശീമോന്റെ ഭവനത്തിൽ വിരുന്നു വന്ന തമ്പുരാന്റെ സന്നിധിയിലേക്ക് നാട്ടുകാരുടെ മുമ്പിൽ എല്ലാവർക്കും സ്വീകാര്യനായ പൊന്നു തമ്പുരാനെ ഒന്ന് വിളിച്ചിരുത്തി എല്ലാവരുടെയും സ്വീകാര്യതയിൽ എനിക്കും കൂടെ ഒരു പങ്ക് കിട്ടട്ടെ എന്ന് വിചാരിച്ച് ക്രിസ്തുവിനൊരു വിരുന്ന് കൊടുത്ത ശീമോൻ. വിരുന്നിന് എല്ലാവരുടെയും കൂട്ടത്തിൽ ക്രിസ്തു വന്നിരുന്നപ്പം മുന്നിൽ കൂടെ വരാൻ അർഹതയില്ലാത്ത പാപിനിയായ സ്ത്രീ പുറകിൽ കൂടെ വന്ന് അവന്റെ തൃപ്പാദത്തെങ്കിൽ ഒരു വെൺകൽ ഭരണി, സുഗന്ധ തൈലം, സുഗന്ധവർഗം അല്ലേ? അതൊന്നും വായിച്ച് കേൾപ്പിക്കേണ്ട കാര്യമല്ലല്ലോ, കാണാപ്പാടമല്ലേ എല്ലാവർക്കും. അവിടെ നമ്മൾ കാണുന്നത് എന്തുവാ? അവളും തൻ്റെ പാപഭാരം കൊണ്ടുണ്ടാക്കിയെടുത്ത നേട്ടം ദൈവസന്നിധിയിൽ പകരുകയാണ്. അതുകൊണ്ടാ പറഞ്ഞത്, ഇത് ഭാരിച്ച ഒരു അനീതിയായി ചെയ്തത്. എത്ര രൂപയുടെ മുതലായി കളഞ്ഞെന്നാ ശിഷ്യന്മാര് പറഞ്ഞത് അല്ലേ? അതൊന്നും അവൾക്ക് അർഹതയുള്ളതല്ലെന്നാ അതിന്റെ അർത്ഥം. അനർഹമായി സമ്പാദിച്ചതിനെ പാപബോധം വന്നപ്പോൾ മോചനം നൽകുന്ന തമ്പുരാന്റെ സന്നിധിയിൽ കമഴ്ത്തി. അതൊരു വ്യവസ്ഥയാണ്, പാപമോചനത്തിന്റെ വ്യവസ്ഥ. പിന്നെയോ യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിന്റെ 1 മുതൽ 11 വരെയുള്ള വാക്യം. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യം. അവിടെയോ വ്യഭിചാരത്തിൽ പിടിക്കപ്പെടുന്ന സ്ത്രീ നമ്മൾ വായിക്കുന്നുണ്ട് അവിടെ അല്ലേ? നിങ്ങളിൽ പാപമില്ലാത്തവൻ ഒന്നാമത് എറിയട്ടെ എന്ന് പറഞ്ഞു. ഒന്നാമത് എറിഞ്ഞു തുടങ്ങിയിട്ട് വേണം ബാക്കിയുള്ളവർക്ക് എറിയാനെന്ന് വിചാരിച്ച് എല്ലാവരും നോക്കിയിരുന്നു. പക്ഷെ ഒന്നാമത്, ഇന്നത്തെ ഭാഷയിൽ ഞാൻ പറഞ്ഞാൽ പറയും, ഉദ്ഘാടന നാട മുറിക്കാൻ ആരും ഉണ്ടായില്ല. നാട മുറിച്ചായിരുന്നെങ്കിൽ എല്ലാവരും കൂടെ അരച്ചു കയറിയേനെ. പക്ഷേ കത്രിക കൈ കൊടുത്തു കർത്താവ്. നാടയുണ്ടായിരുന്നു, പക്ഷെ മുറിക്കാൻ യോഗ്യനായവൻ ആരുമില്ലാത്തത് കൊണ്ട് നാട മുറിച്ചില്ല. എല്ലാവരും കത്രിക താഴെ വെച്ചേച്ച് തിരിച്ചു പോയി. അപ്പോഴാ തമ്പുരാൻ ചോദിക്കുന്നു സ്ത്രീയോട്, ആരും നിന്നെ എറിഞ്ഞില്ലേ? ഇല്ല, ഞാനും നിന്നെ വിധിക്കുന്നില്ല. പിന്നെ പറയുന്നതോ, മേലാൽ പാപം ചെയ്യരുത്. ഒരു കുംഭസാരം കഴിഞ്ഞ് കുംഭസാരിക്കുന്ന വ്യക്തി ഇറങ്ങിപ്പോകുമ്പോൾ അവന്റെ കർണപടങ്ങളിൽ എപ്പോഴും ശബ്ദിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വാക്കിതായിരിക്കണം. കുംഭസാരം കഴിഞ്ഞ് പോന്നപ്പോൾ കുംഭസാര പിതാവ് എന്നോട് പറഞ്ഞ്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എൻ്റെ ചെവിയിൽ മന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ശബ്ദമുണ്ട്, മേലാൽ പാപം ചെയ്യരുത്. വ്യവസ്ഥയാണ്. അപ്പൊ ദൈവവചനം, പരിശുദ്ധാത്മാവിന്റെ വിനിയോഗം, പാപബോധം, ഏറ്റുപറിച്ചിൽ, പിന്നെ പ്രായശ്ചിത്തം വ്യവസ്ഥയിലൂടെ. ഇത്രയുമാണ് നമ്മൾ ഒരു ആധികാരികമായി വേദപുസ്തകപരമായിട്ട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്ന ഭാഗങ്ങൾ. ഇനി അതിൻ്റെ പ്രായോഗികമായ ചില കാര്യങ്ങളും കൂടെ കുമ്പസാരത്തെക്കുറിച്ചൊന്ന് പറഞ്ഞ് ചുരുങ്ങിയ സമയമേ ഉള്ളൂ, അതിനുള്ളിൽ അവസാനിപ്പിക്കുകയും ചെയ്യാം. പരിശുദ്ധ സഭയുടെ പാരമ്പര്യത്തിൽ ഏതാണ്ട് 4-ാം നൂറ്റാണ്ട് വരെ രഹസ്യ കുമ്പസാരം ഉണ്ടായിരുന്നില്ല. പഴയ നിയമത്തിലെ അപ്പോസ്തല പ്രവൃത്തികളിലൊക്കെ നമ്മൾ കാണുന്നത് പോലെ പരസ്യ കുമ്പസാരത്തിന്റെ ഒരു ശൈലി, അപ്പോസ്തോലന്മാരുടെ ശുശ്രൂഷയും അപ്പോസ്തോല പിതാക്കന്മാരുടെ കൂടെ നടന്ന ശുശ്രൂഷകരുടെ സുവിശേഷവും കേട്ടപ്പം അവരെല്ലാം തനിക്കുള്ളതെല്ലാം വിറ്റ് ഒന്നിച്ചു കൊണ്ടുവന്ന് ഒന്നായി ജീവിക്കുന്ന ഒരു വ്യവസ്ഥിതിയും ഒരു മനസ്ഥിതിയും. വ്യവസ്ഥിതിക്കൊക്കെ ഇന്നും എല്ലാവർക്കും ഇഷ്ടമാണ്.
പക്ഷെ എന്തില്ല, മനസ്ഥിതി ഉണ്ടോ എന്നുള്ളതാ പ്രശ്നം. അതുകൊണ്ടാ വ്യവസ്ഥിതി ഇഷ്ടപ്പെട്ടവനാ അനന്യാസും സഫീറായും, പക്ഷെ മനസ്ഥിതി ഒത്തില്ല. കുമ്പസാരിക്കാൻ പോകാൻ വ്യവസ്ഥിതി എല്ലാവർക്കും ഇഷ്ടമാണ്, പക്ഷെ ഏത് സമ്മതിക്കുന്നില്ല? മനസ്ഥിതി സമ്മതിക്കുന്നില്ല. അതുകൊണ്ടാ ചിലരുടെ കുമ്പസാരമൊക്കെ എൻ്റെ അടക്കമായിരിക്കാം, മാറി നിന്ന് പറയാൻ പേടിയുണ്ട്. നമ്മുടെയൊക്കെ കുമ്പസാരം പലപ്പോഴും അനന്യാസിന്റെയും സഫീറായുടെയും കുമ്പസാരം പോലെയാ, 50-50 അല്ലേ? പകുതി ദൈവത്തോടും പകുതി ചങ്കിലുമാണ്. പക്ഷെ അതിൻ്റെ ശിക്ഷാവിധി എത്ര വലുതാണെന്ന് ഓർത്തേ. അത് നമ്മളെപ്പോഴും ഓർത്തിരുന്നോണം. വ്യവസ്ഥിതി സഭയുടെയാ, പക്ഷേ ആ വ്യവസ്ഥിതി നടപ്പിലാക്കേണ്ടത് മനസ്ഥിതി നമ്മുടേതായിരിക്കണം. ആ മനസ്ഥിതിയിൽ പെർഫെക്ഷൻ ഉണ്ടാകണം, പൂർണ്ണതയുണ്ടാകണം. വ്യവസ്ഥിതി നമുക്ക് അനുഗ്രഹമായി തീരണമെങ്കിൽ, ഞാൻ ആദ്യം പറഞ്ഞതിൽ തിരിച്ചെത്തുന്നത്, അനുഗ്രഹമായി വരണമെങ്കിൽ അനുഗ്രഹത്തിനുള്ള വ്യവസ്ഥിതിയെ നല്ല മനസ്ഥിതിയോടെ സമീപിക്കണമെന്ന് ചുരുക്കം. അവിടെ ആദ്യത്തെ 2-3 നൂറ്റാണ്ടൊന്നും ഈ പരസ്യമായിട്ടുള്ള ഏറ്റുപറച്ചിലും പരിപാടിയായിരുന്നു. പക്ഷെ പിന്നീടാണ് സഭയിൽ അംഗസംഖ്യ കൂടുകയും ഈ പരസ്യമായ പാപം ഏറ്റുപറയുന്ന ശൈലി വന്നപ്പം, പരസ്യമായിട്ട് ഏറ്റുപറയുമ്പോൾ സ്വാഭാവികമായിട്ട് ഏറ്റുപറയുന്ന പാപത്തെ ന്യായീകരിക്കാനുള്ള ഒരു കാരണം ഉണ്ടാവും, ഇല്ലേ? നമ്മുടെ കൂടെ ഉണ്ടല്ലോ ഈ പന്തലിലൊക്കെ പോയി ഏറ്റുപറയുന്ന ചില പാർട്ടികളൊക്കെ ഇപ്പോഴും ഇറങ്ങി വന്നാൽ പിന്നെ അവരുടെ പണി എന്തോ, ഞാൻ പണ്ട് അങ്ങനെ ആയിരുന്നു, ഇന്ന് ഞാൻ അതോടെ മാറി. ഇത് തമ്മിൽ വല്ല പൊരുത്തം ഉണ്ടോ എന്നുള്ളത് പിന്നീട് നമ്മൾ കണ്ടുപിടിച്ചോണം. അപ്പൊ ഈ പരസ്യമായ ഏറ്റുപറച്ചിലിന്റെ ഒരു തെറ്റായ വശമാണ് അതിനെ നീതീകരിക്കുന്ന പാപത്തിലേക്ക് വീണ്ടും, ന്യായീകരിക്കുന്ന പാപത്തിലേക്ക് വീണ്ടും നമ്മൾ വശംവദരാകും. പാപം പ്രവൃത്തിയിൽ മാത്രമല്ല, മനസ്സുകൊണ്ടുമുണ്ട്, ഇല്ലേ? ചെയ്ത പാപത്തെ നീതീകരിക്കുന്നതാണ് പാപം ചെയ്തതിനേക്കാൾ വലിയ പാപം എന്ന് പറയുന്നത്. അപ്പൊ പരസ്യ കുമ്പസാരത്തിൽ, പരസ്യമായ ഏറ്റുപറച്ചിലിൽ ഏറ്റുപറഞ്ഞ പാപത്തെ ന്യായീകരിക്കാനും നീതീകരിക്കാനും മനുഷ്യൻ തുടങ്ങിയപ്പോൾ അതിലൂടെ അവൻ വീണ്ടും പാപത്തിലേക്ക് തന്നെ പോകേണ്ട ഗതികേടാ വരുന്നത്. അങ്ങനെ വന്നപ്പോഴാണ് 4-ാം നൂറ്റാണ്ട് മുതൽ പരിശുദ്ധ സഭയിൽ രഹസ്യ കുമ്പസാരമാണ്. കാരണം അതിൻ്റെ വ്യക്തമായ ഒരു പഠിപ്പിക്കൽ, പാപമോചന അധികാരം സഭയ്ക്കായതുകൊണ്ട് പാപം കേൾക്കാനുള്ള അധികാരവും ആർക്ക് മാത്രം മതി? സഭയ്ക്ക് മാത്രം മതി. പോരെ പാപം മോചിക്കാനുള്ളതിന് ഞാൻ 1 കിലോ പഞ്ചസാര മേടിക്കുന്ന കടയിലല്ലേ അതിൻ്റെ വില കൊടുക്കേണ്ടതുള്ളൂ, അല്ലാതെ പഞ്ചസാര ഇരിക്കുന്ന എല്ലാ കടയിലും പോയിട്ട് ഞാൻ കാശ് കൊടുക്കേണ്ട കാര്യമുണ്ടോ? എനിക്ക് പാപമോചനം തരാൻ അധികാരപ്പെട്ട സ്ഥാനിയുടെ സഭയുടെ മുമ്പിൽ ഞാൻ എൻ്റെ പാപം ഏറ്റുപറഞ്ഞാൽ മതി. എന്ന് വെച്ചാൽ പാപമോചന അധികാരമുള്ള വ്യക്തിയും പാപമോചനം ആവശ്യമുള്ള വ്യക്തിയും തമ്മിലുള്ള ഒരു ദൈവീക കമ്മ്യൂണിക്കേഷൻ മാത്രമായി കുമ്പസാരത്തെ പിതാക്കന്മാർ നേരായ പാതയിൽ നിർവചിച്ചപ്പോഴാണ് ഈ പരസ്യമായ സാക്ഷി പറച്ചിലും കുമ്പസാരവും മാറി രഹസ്യമായ കുമ്പസാരത്തിലേക്ക് നല്ല ഒരു വശം കണ്ടെത്തി തിരിച്ചു വന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. കാരണം നമുക്കറിയാം, ഈ പാപം ഏറ്റുപറയുന്നു എന്നുള്ളതിൻ്റെ ഒപ്പം തന്നെ ഏറ്റുപറയുന്ന പാപത്തെക്കുറിച്ച് അനുതാപപൂർവമായ മനസ്താപത്തിൻ്റെ ഒരു കണിക വേണ്ടേ? പാപം ഏറ്റുപറഞ്ഞതുകൊണ്ട് മാത്രമായോ? ഞാൻ ചെയ്തത് പാപമാണെന്നുള്ള ബോധ്യം ഉണ്ടായതുകൊണ്ട് മാത്രമായില്ല, അത് തെറ്റായതുകൊണ്ട് ഇനി ചെയ്യില്ല എന്നുള്ള ഒരു തരത്തിലേക്ക് വളരാൻ പറ്റണം. അനുതാപവും പശ്ചാത്താപവുമുള്ള ഏറ്റുപറച്ചിലിന് മാത്രമേ പാപമോചനം പ്രാപിക്കാൻ സാധിക്കത്തുള്ളൂ. അതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ അന്നത്തെ നിലവാരമനുസരിച്ച് യൂദാ പാപം ഏറ്റുപറയുന്നുണ്ട്, അല്ലേ? മത്തായിയുടെ സുവിശേഷം 27:4 യൂദാ കർത്താവിനെ ഒറ്റിയതിന് ശേഷം അന്നത്തെ വ്യവസ്ഥാപിത മാർഗം അനുസരിച്ച് അവൻ പാപം ഏറ്റുപറയുന്നുണ്ട്. പക്ഷേ ഏറ്റുപറയുമ്പോഴും അവന്റെ മനസ്സിൽ കുറ്റബോധമുണ്ടോ? അനുതാപമുണ്ടായോ? പശ്ചാത്താപമുണ്ടായോ? ഇല്ല. അതുകൊണ്ടാണ് ഏറ്റുപറഞ്ഞ പാപത്തെ യൂദായ്ക്ക് മോചനം കിട്ടിയോ? ഇല്ല.
അവൻ ഒരു മുഴം കയറിലേക്ക് ആത്മഹത്യയിലേക്കാണ് പോകുന്നത്. യൂദാ ഏറ്റു പറയാത്തത് കൊണ്ടല്ല മോചനം കിട്ടാത്തത്, പിന്നെയോ ഏറ്റുപറഞ്ഞ പാപത്തെക്കുറിച്ച് അവന്റെ ഉള്ളിൽ അനുതാപമോ പശ്ചാത്താപമോ കുറ്റബോധമോ മാറണമെന്നുള്ള ഒരു നല്ല മനസ്ഥിതിയോ ഉണ്ടായില്ല എന്നുള്ളതാണ്. ഇത് ഏറ്റുപറച്ചിലിനും കുമ്പസാരത്തിനും മുമ്പേ നമ്മളെ ഭരിക്കേണ്ട ഒരു ശുശ്രൂഷയാണ് എന്നുള്ളത് പ്രത്യേകമായിട്ട് നമ്മൾ ഓർത്തിരിക്കുന്നത് നല്ലതാണ്. അനുതാപപൂർവം ഏറ്റുപറയുവാനുള്ള മനസ്സും പാപപരിഹാരം ചെയ്യുവാൻ സന്നദ്ധതയുണ്ടാകുമ്പോഴുള്ള അനുതാപപൂർവം ഏറ്റുപറയുവാനുള്ള മനസ്സും പരിഹാരം ചെയ്യുവാൻ സന്നദ്ധതയും ഉണ്ടാകുമ്പോഴാണ് നഷ്ടപ്പെട്ട ദൈവബന്ധം തിരിച്ചു കിട്ടുകയും പാപമോചനം കിട്ടുകയും ചെയ്യുന്നത്. ഞാൻ ആ രണ്ട് വാക്ക് അതുപോലെ തന്നെ ഒന്നും കൂടെ പറയുക. അനുതാപപൂർവം ഏറ്റുപറയാനുള്ള മനസ്സും പിന്നെ പരിഹാരം ചെയ്യുവാൻ സന്നദ്ധതയുള്ള ഹൃദയവും ഉണ്ടാകണം. ഇത് രണ്ടും ഉണ്ടാകുമ്പോഴാണ് നഷ്ടപ്പെട്ട ദൈവബന്ധം തിരിച്ചു കിട്ടുകയും അതിലൂടെ പാപമോചനം ലഭിക്കുകയും നമുക്ക് ചെയ്യുന്നത് എന്നുകൂടെ നമ്മൾ തിരിച്ചറിയണം. പാപിയുടെ മനോഭാവവും പാപമോചനം നൽകുകയും പാപപരിഹാരം നിർദ്ദേശിക്കുകയും ചെയ്യുന്ന പുരോഹിതന്റെ പ്രവൃത്തിയും കുമ്പസാരം എന്ന കൂദാശയിൽ പ്രാധാന്യമുള്ളതാണ്. രണ്ടിനും പ്രാധാന്യമുണ്ട്. ഏതൊക്കെ? ഒന്ന്, കുമ്പസാരിക്കാൻ വരുന്ന പാപിയുടെ മനോഭാവം. രണ്ട്, പാപമോചനം നൽകുകയും പരിഹാരം നിർദ്ദേശിക്കുകയും ചെയ്യുന്ന പുരോഹിതന്റെ പ്രവൃത്തിയും പരസ്പരം ബന്ധമുണ്ടാകണം. ഇത് രണ്ടും ഒരുക്കമുള്ളതാകണം. അതുകൊണ്ടാ പുരോഹിതന്മാരോട് സഭ എപ്പോഴും ഏറ്റവും ശക്തമായി പറയാറുണ്ട്, കുമ്പസാരം എന്ന കൂദാശയെ നിസ്സാരമായി ഒരിക്കലും കൈകാര്യം ചെയ്തേക്കരുത്. അങ്ങനെ ചെയ്താൽ അതിന്റെ ശിക്ഷാവിധി നിങ്ങൾക്കറിയാമല്ലോ. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ വൈദികരുടെ ഗതികേടിന്റെ സമയമാണ് ഫെബ്രുവരി മാർച്ച് മാസം. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയിലെ വൈദികര് ഏറ്റവും കൂടുതൽ നീറുന്നതും ഏറ്റവും കൂടുതൽ അയ്യം വിളിക്കുന്നതുമായ സമയമാണ് ഫെബ്രുവരി മാർച്ച് മാസം. എന്തുകൊണ്ടാ? കഷ്ടാനുഭവാഴ്ച വരുന്നത് കൊണ്ട് അല്ലേ? ആണോ? അല്ല, പിന്നെന്തുവാ? മഹാപൊതുയോഗം വരുന്നത് കൊണ്ട്. ഈ മഹാപൊതുയോഗത്തിൽ ഇരിക്കാൻ വേണ്ടി എല്ലാം വന്ന് മുട്ടുമടക്കുന്ന സമയമായതുകൊണ്ട് കുപ്പായക്കാരന്റെ നടുവൊടിയുന്ന സമയമാണ്. പക്ഷേ ആ കുമ്പസാരം കഴിയുമ്പോഴാണ് പലപ്പോഴും പുരോഹിതനല്ലാതെ തരം താഴുകയാണ്. ഓരോരുത്തരും വന്ന് കുമ്പസാരിക്കാനിരിക്കുന്നതും എഴുന്നേറ്റ് പോകുന്നതും. നല്ല ഒരു വിശ്വാസിയെ കുമ്പസാരിപ്പിക്കുമ്പോൾ യഥാർത്ഥത്തിൽ പുരോഹിതൻ സ്വയം കുമ്പസാരിക്കപ്പെടുകയാണ്. ഒരു പുരോഹിതനായിട്ട് തന്നെയാണ് ഞാൻ പറയുന്നത്. അനുതാപത്തോടെ പശ്ചാത്താപത്തോടെ ആത്മാർത്ഥതയോടെ ഒരു വിശ്വാസി കുമ്പസാരിക്കാൻ വന്ന് മുട്ടുമടക്കി ഒരു പുരോഹിതന്റെ മുമ്പിൽ ഇരുന്ന് കുമ്പസാരിക്കുമ്പോൾ ഒരു പുരോഹിതൻ സ്വയം കുമ്പസാരിക്കപ്പെടുകയാണ്. എന്താ കാര്യം? അവൻ ഏറ്റുപറയുന്ന ഓരോ പാപവും തൻ്റെ ഹൃദയത്തിലും തൻ്റെ ജീവിതത്തിലും തൻ്റെ മനസാക്ഷിയിലും തന്നോട് തന്നെ സംസാരിച്ചു കൊണ്ടിരിക്കും. അപ്പോൾ നല്ല 10 വിശ്വാസികളെ കുമ്പസാരിപ്പിച്ചാൽ തീർച്ചയായിട്ടും ഒരു പുരോഹിതൻ ഏറ്റവും അടുത്ത ദിവസം കുമ്പസാരിച്ചിരിക്കും. എന്നാൽ ഈ ഫെബ്രുവരി മാർച്ച് മാസത്തിലെ കുമ്പസാരം നടത്തി കഴിഞ്ഞാൽ ജീവിതത്തിൽ ഈ കൂദാശ അച്ഛന്മാരിൽ നിന്ന് എടുത്തു മാറ്റി തരാമോ എന്ന് സഭയോട് പറഞ്ഞു പോകാനുള്ള മനസ്ഥിതിയിലേക്കാണ് വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കുമ്പസാരിപ്പിക്കുന്ന പുരോഹിതനും കുമ്പസാരിക്കുന്ന വ്യക്തിയും ഈ കുമ്പസാരം എന്ന കൂദാശയോട് സമീപിക്കുമ്പോൾ ഉണ്ടാകുന്ന മാനസിക അവസ്ഥയും അതിൻ്റെ ഗൗരവവും ഈ കുമ്പസാരത്തിൻ്റെ പ്രാധാന്യത്തിനും ഇതിൻ്റെ അനുഗ്രഹത്തിനും ഒരു പ്രധാന കാരണമാണെന്ന് മാത്രം ഓർപ്പിക്കുകയാണ്. വൈദികൻ വിനിയോഗിക്കുന്ന അധികാരം തൻ്റെ അല്ല, സഭയിലൂടെ ദൈവത്തിൻ്റെ അധികാരമാണ്. കാരണം എന്തുകൊണ്ടാ? ഗസറ്റഡ് റാങ്കുള്ള ഒരു ഉദ്യോഗസ്ഥൻ ഒപ്പുവെക്കുകയും സീല് വെക്കുകയും ചെയ്യുമ്പം ഗസറ്റഡ് റാങ്കിനാണ് അംഗീകാരം, വ്യക്തിക്കാണോ?
ആണോ? അതുകൊണ്ട് ഗസറ്റഡ് റാങ്ക് ഉള്ള ഒരു വ്യക്തി ഒപ്പുവെച്ച് കഴിഞ്ഞാൽ ഒരു പേപ്പറും അറ്റസ്റ്റ് ചെയ്തു എന്ന് അംഗീകരിക്കില്ല. അദ്ദേഹത്തിന്റെ ഗസറ്റഡ് റാങ്ക് കാണിക്കുന്ന സീൽ അടിച്ചിരിക്കണം. വേണ്ടേ? ഇതുപോലെ പുരോഹിതനല്ല നിങ്ങൾക്ക് പാപമോചനം തരുന്നത്. പിന്നെയോ പുരോഹിതൻ ക്രിസ്തു നൽകിയ, സഭയ്ക്ക് നൽകിയ അധികാരം തന്നിലൂടെ വിനിയോഗിക്കുന്നു എന്ന് മാത്രം. ചുരുക്കത്തിൽ വൈദികൻ വിനിയോഗിക്കുന്ന അധികാരം ദൈവത്തിൻ്റെതാണ് എന്ന് യഥാർത്ഥ ബോധമുണ്ടെങ്കിൽ മാത്രമേ വൈദികന്റെ മുമ്പിലെ കുമ്പസാരം അനുഗ്രഹത്തോടെ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഉത്തമമായ അനുതാപവും ജീവിത പരിവർത്തനത്തിനുള്ള ആഗ്രഹവും ഈ പരിശുദ്ധ കൂദാശയിലേക്ക് നമ്മെ നയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഘടകം കൂടിയാണ്. പ്രായോഗിക കുമ്പസാരത്തിന്റെ ഒറ്റ വാക്കിൽ ഞാൻ ഒരു ഭാഗം പറഞ്ഞു വായിച്ചങ്ങ് അവസാനിപ്പിക്കും. യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായത്തിന്റെ 5 മുതൽ 8 വരെയുള്ള വാക്യം. യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായത്തിന്റെ 5 മുതൽ 8 വരെയുള്ള വാക്യം. ഒരു തുവർത്തെടുത്ത് അരയിൽ ചുറ്റി ഒരു പാത്രത്തിൽ വെള്ളം പകർന്ന് ശിഷ്യന്മാരുടെ കാൽ കഴുകുവാനും അരയിൽ ചുറ്റിയിരുന്ന തുണി കൊണ്ട് തുവർത്തുവാനും തമ്പുരാൻ തുടങ്ങി. അവൻ ശീമോൻ പത്രോസിന്റെ അടുക്കൽ വന്നപ്പോൾ അവൻ അവനോട്, കർത്താവേ, നീ എൻ്റെ കാൽ കഴുകുന്നുവോ എന്ന് പറഞ്ഞു. യേശു അവനോട്, ഞാൻ ചെയ്യുന്നത് നീ ഇപ്പോൾ അറിയുന്നില്ല, പിന്നെ അറിയും എന്ന് ഉത്തരം പറഞ്ഞു. നീ ഒരു നാളും എൻ്റെ കാൽ കഴുകുകയില്ല എന്ന് പത്രോസ് പറഞ്ഞു. അതിന് യേശു, ഞാൻ നിന്നെ കഴുകാഞ്ഞാൽ നിനക്ക് എന്നോടുകൂടെ പങ്കില്ല എന്ന് ഉത്തരം പറഞ്ഞു. അപ്പോൾ ശീമോൻ പത്രോസ്, കർത്താവേ, എൻ്റെ കാൽ മാത്രമല്ല കൈയും തലയും കൂടെ കഴുകണമേ എന്ന് പറഞ്ഞു. യേശു അവനോട്, കുളിച്ചിരിക്കുന്നവന് കാൽ അല്ലാതെ കഴുകുവാൻ ആവശ്യം ഇല്ല, അവൻ മുഴുവൻ ശുദ്ധിയുള്ളവൻ, നിങ്ങൾ ശുദ്ധിയുള്ളവർ ആകുന്നു, എല്ലാവരും അല്ലതാനും എന്ന് പറഞ്ഞു. ഈ വേദഭാഗം വളരെ സുപരിചിതമാണ് അല്ലേ? എല്ലാ കഷ്ടാനുഭവാഴ്ചയിലെയും കാൽകഴുകൽ ശുശ്രൂഷയുടെ വേദഭാഗമാണ്, മഹാപുരോഹിതന്മാർ നടത്തുന്ന ശുശ്രൂഷയാണ്. അതുകൊണ്ട് ഈ ഭാഗം വായിച്ചിട്ട് കുമ്പസാരിക്കണം. ഇവിടെ നിങ്ങൾ ചിന്തിച്ചു, ഒറ്റ വാക്കേ അതിനെക്കുറിച്ച് പറയേണ്ടതുള്ളൂ. കർത്താവ് പത്രോസിന്റെ അടുക്കൽ ചെന്നപ്പോൾ പത്രോസ് പറഞ്ഞു, ഗുരുവായ അങ്ങ് എൻ്റെ കാൽ കഴുകരുത്. കാരണം അത് പത്രോസിന്റെ ധിക്കാരമല്ല, പിന്നെയോ ബഹുമാനത്തിന്റെ ആധിക്യമാണ്. പക്ഷേ പത്രോസിന് കർത്താവ് കൊടുത്ത മറുപടി എന്താ? ഞാൻ നിന്നെ കഴുകാഞ്ഞാൽ നിനക്ക് എന്നോട് കൂടി പങ്കില്ല. ഉടനെ പത്രോസ് പറയുന്നത്, എൻ്റെ കാല് മാത്രമല്ല എൻ്റെ കൈയും തലയും കൂടെ കഴുകണം. ഉടനെ പത്രോസിന് കൊടുക്കുന്ന മറുപടി, ഞാൻ നിന്നെ കഴുകാഞ്ഞാൽ നിനക്ക് എന്നോടുകൂടെ പങ്കില്ല. ഉടനെ പത്രോസ് പറയുന്നു, എൻ്റെ കൈയും തലയും കൂടെ കഴുകണം. ഉടനെ പറയുന്നു, കുളിച്ചിട്ടുള്ളവന് കാൽ മാത്രം കഴുകിയാൽ മതി. എന്നെ കേൾക്കുന്ന പരിശുദ്ധ ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ മക്കളെ, ഈ സഭ എത്ര അർത്ഥവത്തായിട്ടാണെന്നറിയോ ഈ കൂദാശ ക്രമീകരിച്ചിരിക്കുന്നത്? കാരണം മാമോദീസ എന്ന വാക്കിന്റെ അർത്ഥം എന്തുവാ? സ്നാനം, കുളി അല്ലേ? മാമോദീസോ എന്ന സുറിയാനി വാക്കിന്റെ അർത്ഥം സ്നാനം അഥവാ കുളിക്കുക എന്നാണ്. മാമോദീസ എന്ന കൂദാശയിലൂടെ പരിശുദ്ധാത്മാവിനാൽ മുദ്ര ചെയ്യപ്പെട്ട ഏതൊരു വ്യക്തിക്കും തൻ്റെ ദൈവാനുഭവവും ദൈവബന്ധവും നഷ്ടമാക്കുമ്പോൾ ആ പങ്ക് വീണ്ടെടുക്കുവാൻ സഭ തന്നിരിക്കുന്ന അനുഗ്രഹീതമായ കൂദാശയും കർമ്മവുമാണ് കുംഭസാരം. ഇതുകൊണ്ടാ കർത്താവ് പറഞ്ഞത്, ഞാൻ നിന്നെ കഴുകാഞ്ഞാൽ നിനക്ക് എന്നോടുകൂടെ പങ്കില്ല. സത്യകുംഭസാരം എന്ന കൂദാശയിലൂടെ ദൈവ സംസർഗത്തിലേക്ക്, കുർബാനയുടെ അനുഭവത്തിലേക്ക് തിരിച്ചു വരുന്ന
വീണ്ടെടുക്കപ്പെടുന്ന ഒരു അനുഭവമാണ് നമ്മുടെ അനുദിന ആധ്യാത്മിക ജീവിതം. ആ ആധ്യാത്മിക ജീവിതം അങ്ങനെ തന്നെ കെട്ടിപ്പടുക്കാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് മാത്രം ഓർപ്പിച്ചുകൊണ്ട് ഈ ക്ലാസ് ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. ദൈവസന്നദ്ധിയിൽ നമുക്ക് തലകളെ വണക്കി ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാം. രാജ്യത്തിൻ വാതിൽ വീതി കുറഞ്ഞതുമാർ ആ വഴിഗമനം കാംക്ഷിപ്പോ അത്യുത്സാഹം അവശ്യം അലസദലേശം ബാധിച്ചാൽ അശുഭവഴിക്കു വശം വദനാൻ സ്വാത്മത്തെ സ്വയമേ നിഹനിക്കും. പിതാപുത്ര പരിശുദ്ധാത്മാവാൻ ദൈവമേ, സ്വന്തം ആത്മാവിനെ സ്വയം നിഹനിക്കുന്ന, നശിപ്പിക്കുന്ന, ആത്മഹത്യയിലേക്ക് നയിക്കുന്ന ആധുനിക ലോകത്ത് അലസത, കൗദാശിക അനുഷ്ഠാനങ്ങളിലും ബന്ധങ്ങളിലും അലസത കാണിച്ച് ദൈവമേ, ഞങ്ങൾ നിന്നിൽ നിന്നും അകന്ന് ലോകത്തോട് അടുത്ത് ആഴങ്ങളിലേക്ക്, ഗർത്തങ്ങളിലേക്ക്, അഗാധമായ അന്ധകാരത്തിൻ്റെ അനുഭവത്തിലേക്ക് പോകുമ്പോൾ അതിൽ നിന്ന് ഞങ്ങളെ തിരിച്ച് കൈപിടിച്ചു കൊണ്ടുവരുവാൻ നീ തന്നിരിക്കുന്ന ഭാഗ്യകരമായ അത്യുത്സാഹമുള്ള ഒരു ശുശ്രൂഷയാണല്ലോ